ഹായ് മക്കളെ, റിഗൻ സാറാണ്. നമ്മളുടെ സെക്കൻഡ് മാത്സ് എക്സാം കഴിഞ്ഞു. ഇനി ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്താണ് അതിൻ്റെ അവസ്ഥ എന്നൊക്കെ നോക്കണ്ടേ. ക്വസ്റ്റ്യൻ പേപ്പർ നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലേ? നന്നായിട്ട് എല്ലാവരും പരീക്ഷ എഴുതുന്നു വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇവാലുവേഷനാണ്. അപ്പോൾ നിങ്ങൾ സമയം കിട്ടുന്നതനുസരിച്ച് ഇതൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് തുടങ്ങാൻ പോവുകയാണ്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അത്യാവശ്യം എളുപ്പമുണ്ടായിരുന്നെന്ന് തോന്നുന്നു അല്ലേ? കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. അത്യാവശ്യം എഴുതാൻ പറ്റുന്ന നല്ല ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചിന്തിച്ച് ചെയ്യേണ്ട പ്രോബ്ലംസും. അങ്ങനെയായിരിക്കും ഇനിയുള്ള എക്സാം എന്ന രീതിയിലൊരു സൂചനകളൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി പ്രിപ്പറേഷൻ നടത്തേണ്ടത് അതുപോലെയായിരിക്കണം, വളരെ നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയായിട്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇനി ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ, ഫോർ ദ ടു സെറ്റ്സ് എ ആൻഡ് ബി, എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എ വരണമെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ആൻസർ? നമുക്ക് എ യൂണിയൻ ബി, നമുക്ക് ഒരു സബ്സെറ്റ് വരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ആൻസർ എന്തായിരുന്നു? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഡി അല്ലേ? ഡി ആയിരുന്നു അതിൻ്റെ ആൻസർ വന്നിരുന്നത്. ബി സബ്സെറ്റ് ഓഫ് ഓർ ഈക്വൽ ടു എ എന്ന് പറയുന്നത്. ഓക്കെ, അത് ശരിക്കും എങ്ങനെ മനസ്സിലാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് വെൻ ഡയഗ്രം വരച്ച ശേഷം നോക്കൂ, എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എ വരണമെങ്കിൽ യൂണിയൻ മീനിങ് എന്താ? എല്ലാം ചേർന്നുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് എ എന്നുള്ളത് പുറത്ത് വരണം, ബി എന്നുള്ളത് താഴെ വരണം. ഇപ്പോഴല്ലേ ഉള്ളിൽ വരണം? ഇപ്പോഴല്ലേ നമുക്ക് എ യൂണിയൻ ബി എ വരുന്നത്? അത് വരുന്നത് എപ്പോഴാണ്? ബി എന്നുള്ളത് സബ്സെറ്റ് ആയിട്ട് വരുമ്പോൾ മാത്രം. അപ്പോൾ നമുക്ക് ഡി ആണ് അതിൻ്റെ ആൻസർ വരിക. ഓക്കെ, ഇനി രണ്ടാമത്തതിൻ്റെ ആൻസറിലേക്ക് പോകുന്നു. റൈറ്റ് ഓൾ ദ സബ്സെറ്റ്സ് ഓഫ് -1 നമുക്കത് എഴുതാം. സബ്സെറ്റ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? സെയിം സെറ്റ് അത് തന്നെ വരും, ശരിയല്ലേ? അതുപോലെ തന്നെ ഒരു എലമെൻ്റുള്ള സെറ്റുകൾ -1 വരും, അതുപോലെ തന്നെ 1 വരും, ലാസ്റ്റ് നമുക്ക് എന്ത് വരും? ഒരു നൾ സെറ്റും വരും. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ? ഇതെനിക്ക് തോന്നുന്നു എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവും തോന്നുന്നു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സെറ്റ് ബിൽഡർ ഫോം എഴുതാന്നുള്ളതാണ്. സാധാരണ നേരെ തിരിച്ചാണ് ചോദിക്കാറ്. സെറ്റ് ബിൽഡർ ഫോം എഴുതി തന്നിട്ട് നമുക്കതിന് എന്ത് ചെയ്യണം? റോസ്റ്റർ ഫോം ആക്കാനുണ്ട്. ഇപ്പം നമുക്ക് റോസ്റ്റർ ഫോം ഉണ്ട്. റോസ്റ്റർ ഫോം 3, 6, 9, 12, 15 ഈ നമ്പേഴ്സിൻ്റെ ആ ഒരു കോമ്പിനേഷൻ കാണുമ്പോൾ തന്നെ അറിയാം അതെല്ലാം 3യുടെ മൾട്ടിപ്പിളാണ്, ശരിയല്ലേ? 3യുടെ മൾട്ടിപ്പിൾ എവിടെ മുതലാണ്? 3 × 1, 3 × 2. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്നൊരു പരിചയപ്പെടുത്തലിന് വേണ്ടിയായിട്ട് നമുക്ക് 3 എന്നുള്ളതിനെ 3 × 1 എന്ന് പറഞ്ഞെഴുതാം, 6 എന്നുള്ളതിനെ 3 × 2 എന്ന് പറഞ്ഞെഴുതാം, 9 എന്നുള്ളതിനെ 3 × 3 എന്ന് പറഞ്ഞെഴുതാം, 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 4, അതുപോലെ 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 5. അപ്പോൾ 3യുടെ മൾട്ടിപ്പിളാണെന്ന് മനസ്സിലായി. എത്രാമത്തെ മുതൽ എത്രാമത്തെ വരെ മൾട്ടിപ്പിൾ? 1 മുതൽ 5 വരെയുള്ള മൾട്ടിപ്പിൾ. നമുക്ക് 2-3 രീതികളിൽ ഈ പറയുന്ന സെറ്റ് ബിൽഡർ ഫോമിനെ എഴുതാം. അതിൽ നമുക്കൊരു മെത്തേഡ് കാണിച്ചിരുന്നത് ഇങ്ങനെയാണ്. നമുക്കെപ്പോഴും സെറ്റ് ബിൽഡർ ഫോം ഡിഫൈൻ ചെയ്യുമ്പോൾ ഒരു വേരിയബിൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇല്ലടാ മക്കളെ? ശരി, അപ്പോൾ ഒരു വേരിയബിൾ എക്സ് എന്ന് പറഞ്ഞു കൊടുത്തു. സച്ച് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 3n. 3n മീനിങ് എന്താ? മൾട്ടിപ്പിൾ ഓഫ് 3 എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ n എന്ന് പറയുന്നത് നമ്മളിവിടെ ഏതെല്ലാം നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുവോ ആ നമ്പേഴ്സാണ്. അത് എവിടെ മുതൽ എവിടെ വരെയുണ്ട്? 1 മുതൽ 5 വരെയുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് n ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് 1, 2, 3, 4, 5 ഇങ്ങനെ എഴുതി ഫിനിഷ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഭാഗത്തെ n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ ആൻഡ് n <= 5 എന്ന് പറഞ്ഞെഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. കാരണം അത് മീനിങ് അല്ലേ? നാച്ചുറൽ നമ്പർ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യും. n <= 5 എന്ന് പറയുമ്പോൾ 5 വരെയാണ്. ഇങ്ങനെയും നമുക്ക് എഴുതി ഫിനിഷ് ചെയ്യാം. ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യങ്ങൾ? അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിനെ കണ്ടേക്കേണ്ടത് നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടി. യെസ്, ടോട്ടൽ 3 മാർക്കാണ് അവിടെ നിന്ന് കിട്ടിയിരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ്, ഫംഗ്ഷൻസിൽ നിന്നാണ് ഗ്രാഫ് വരയ്ക്കാനാണ്. മോഡുലസ് ഫംഗ്ഷൻ എപ്പോഴും ചോദിക്കുമെന്നറിയാം. എന്നാലും ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ചോദ്യം ഇതുവരെ നമ്മുടെ ബോർഡ് എക്സാമിൻ്റെ ചരിത്രത്തിൽ ചോദിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? പ്രധാനമായിട്ടും 5 പോയിന്റുകൾ കാണുക എന്നുള്ളൊരു സ്ട്രാറ്റജി നിങ്ങൾ എപ്പോഴും വർക്കൗട്ട് ചെയ്യുക. ഈ 5 പോയിന്റുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ ഇതുപോലെ ടേബിൾ പണ്ട് വരച്ച് നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എക്സ് എന്നും പറയും, f(x) എന്നും പറയും. എക്സ് 5 പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. 5 കോളമായിട്ട് 1, 2, 3, 4, 5. യെസ്, 5 കോളമായിട്ട് മാറി. അപ്പോൾ നമുക്ക് കൊടുക്കേണ്ട 5 പോയിന്റ്സ്, എക്സിൻ്റെ 5 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 കൊടുക്കുക, 1 കൊടുക്കുക, 2 കൊടുക്കുക. ഇതേപോലെ തന്നെ നെക്സ്റ്റ് ലെഫ്റ്റ് സൈഡ് 2 പോയിന്റ് ആരൊക്കെ വരും? -1 വരും, -2 വരും. ഫംഗ്ഷന് എന്ത് കിട്ടുന്നു? അതാണ് നമുക്ക് വേണ്ട വാല്യൂ. അപ്പോൾ ഫംഗ്ഷൻ്റെ പേരെന്തായിരുന്നു? ഫംഗ്ഷൻ്റെ പേര് എന്ന് പറയുന്നത് f(x) = mod (x + 1
-1. നമുക്ക് ഓരോ വാല്യൂസ് ഒന്ന് കൊടുത്ത് നോക്കാം. കൊടുത്താലോ? യെസ്. അപ്പോൾ എഫ് ഓഫ് -2 കൊടുത്ത് നോക്കുന്നു. അപ്പോൾ നമുക്ക് എക്സിൻ്റെ സ്ഥാനത്താണ് -2 വരുന്നത്. -2 + 1 -1 എന്ത് കിട്ടും നോക്കിയേ? -2 + 1 മോഡുലസിൻ്റെ ഉള്ളിൽ നമുക്ക് വരുന്നത് -1 ആണ്. -1 അപ്പോൾ മോഡുലസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരുമ്പോൾ അതെന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. 1 - 1 = 0. അപ്പോൾ ഫംഗ്ഷന് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് -2-ൽ 0 ആണ്. ഇതുപോലെ ബാക്കി 5 പോയിന്റ്സും കാണുക. അങ്ങനെ 5 പോയിന്റ്സും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് -1, 0, 1, 2 എന്ന് പറഞ്ഞ് കിട്ടും. ഇത്രയും വാല്യൂസ് കിട്ടും. ഇനി ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദാ എക്സ് ആക്സിസ് വേണം, വൈ ആക്സിസ് വേണം. അപ്പോൾ നമുക്ക് എക്സ് ഇത് ഒറിജിൻ ആണ്, ഇത് 1, ഇത് 2 പോയിന്റ്സ് മാർക്ക് ചെയ്യുക. ഇത് -1, ഇത് -2, -3 അതിങ്ങനെ പോകുന്നു. വൈ ആക്സിസ് മാർക്ക് ചെയ്യുന്നു. വൈ ആക്സിസിൽ ഇത് 1 ആണ്, 2 ആണ്, -1 ആണ്. ക്ലിയർ? ഓക്കെ, -1 ആണ്. ഇനി ശ്രദ്ധിക്കുക, പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ് എക്സ് -2 ആകുമ്പോൾ ഫംഗ്ഷൻ 0. എക്സ് -2 ആകുമ്പോൾ ഫംഗ്ഷൻ 0 എന്ന് പറയുന്നത് നമുക്കിതാ വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റാണ്. -2 എക്സ് -2 വൈ 0 എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയാണ് നമ്മളുടെ എഫ് ഓഫ് എക്സ് മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ എന്ത് മാർക്ക് ചെയ്യും? എക്സ് എന്ന് പറഞ്ഞ വാല്യൂ മാർക്ക് ചെയ്യും. ഇനി അടുത്ത പോയിന്റ് നോക്കിയാൽ മക്കളെ, എക്സ് -1 ആകുമ്പോൾ വൈ -1 അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് -1 അതെവിടെ വരിക? എക്സ് -1 ആകുമ്പോൾ വൈ -1 എന്ന് പറയുന്നത് ഇവിടെയായിട്ട് വരും. ക്ലിയർ ആണോ? യെസ്. ഇനി അടുത്ത പോയിന്റിലേക്ക് പോകുന്നു. എക്സ് 0 വരുമ്പോൾ എന്ത് കിട്ടുന്നു? വൈയും 0 കിട്ടുന്നു. ദാറ്റ് മീൻസ് ഒറിജിൻ ഈസ് ദ പോയിന്റ്. വന്നോ? യെസ്. ഇനി എക്സ് 1 കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സും 1 കിട്ടുന്നു. ശരിയല്ലേ? അപ്പോൾ ഏത് പോയിന്റ് വരും? 1, 1 എന്ന് പറയുന്ന പോയിന്റ് ഇത് വരും. ഇനി 2, 2 കണ്ട് മനസ്സിലാവും. നമുക്ക് 2, 2 എന്നുള്ള പോയിന്റ് കിട്ടും. ഇതിന് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന ലൈൻ കിട്ടും. ഇപ്പുറത്താണെങ്കിലോ ഇവിടെ ഇങ്ങനെ കിട്ടും. ഈ ലൈൻ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോകുന്നു എന്നുള്ള രീതിയിൽ വരച്ച് വെക്കുക. ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ മോഡുലസ് ഓഫ് എക്സ് + 1 -1. ക്ലിയർ ആണോ? അപ്പോൾ 5 പോയിന്റ് ഏത് മോഡൽ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഈ 5 പോയിന്റുകളെ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ ആണോ? പറഞ്ഞ കാര്യങ്ങൾ സെറ്റ് ആണല്ലോ. ഇനി അവർ ചോദിച്ച സംഭവം ഉണ്ടോ? റൈറ്റ് ദ ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ്. ഡൊമെയിൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂസ് ആണ്. ഈ ഫംഗ്ഷന് നമുക്ക് എക്സിൻ്റെ ഏതൊക്കെ വാല്യൂസ് കൊടുക്കാം? എല്ലാ വാല്യൂസും കൊടുക്കാം. എല്ലാ വാല്യൂസും എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിലെ എല്ലാ വാല്യൂസും കൊടുക്കാം. ദാറ്റ് മീൻസ് അതൊരു നമ്പർ ലൈൻ. ഡൊമെയിൻ എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ് പറയുമ്പോൾ അതിനെ പറയുന്ന പേരാണ് റിയൽ നമ്പർ. ദ നമ്പർ ലൈൻ കംപ്ലീറ്റ് നമുക്കതിൻ്റെ അതിൻ്റെ ഡൊമെയിനായിട്ട് വരും. ഇനി റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം? എഫ് ഓഫ് എക്സിന് കിട്ടുന്ന വാല്യൂ, ദാറ്റ് മീൻസ് വൈ ആക്സിസിൽ വരുന്ന വാല്യൂസ് എവിടെ നിന്നാണ്? അപ്പോൾ വൈ ആക്സിസിൽ വരുന്ന ഏറ്റവും ഉയർന്ന വാല്യൂവിനെയും ഏറ്റവും താഴ്ന്ന വാല്യൂവിനെയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവിടെ കിട്ടും ആൻസർ. ശരിയല്ലേ? നോക്കാം നമുക്ക്. വൈ ആക്സിസിൽ വരുന്ന ഏറ്റവും ചെറിയ വാല്യൂ എന്താ? ഈ പോയിന്റാണ് താഴ്ന്ന പോയിന്റ് അല്ലേ? ഏത് പോയിന്റാ? -1. ഉയർന്ന വാല്യൂ ആണെങ്കിലോ അതിങ്ങനെ ഹയസ്റ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഗോസ് ടു ദ ഇൻഫിനിറ്റി എന്ന് പറയാം. പിടുത്തം കിട്ടിയോ? അപ്പോൾ എവിടെ മുതൽ എവിടെ വരെയുണ്ട് റേഞ്ച് എന്ന് പറയുന്നത്? -1 മുതൽ ഇൻഫിനിറ്റി വരെ. അതിന് നമ്മൾ ഇൻ്റർവെല്ലാക്കി നമ്മൾ ഇങ്ങനെ എഴുതുന്നു. റേഞ്ച് ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 ടു ഇൻഫിനിറ്റി. ക്ലോസ്ഡ് ഇൻ്റർവെൽ പറയാൻ കാരണം എന്താ? -1 ഇൻക്ലൂഡർ ആണ്. എവിടെ? ആദ്യത്തെ കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പോൾ ഗ്രാഫ് ഏത് മോഡൽ വന്നാലും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ 5 പോയിന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. 3 മാർക്കായിരുന്നു അവിടെ വന്നിരുന്നത് അല്ലേ? യെസ്. അടുത്തതിലേക്ക് പോകുന്നു. നോക്കുക. ദ വാല്യൂ ഓഫ് 2 sin 15 cos 15. നമുക്ക് ഇത് പല രീതിയിലേക്ക് ചോദിക്കാം. ഇത് ഏതൊരു ഫോർമുലയുടെ കണക്ഷൻ എന്ന് ഫീൽ ചെയ്തോ? ഏത് ഫോർമുലയാ? sin 2θ = എന്താ ഫോർമുലയുടെ പേര്? 2 sin θ cos θ. അതുപോലെ നമ്മുടെ ഇതിൻ്റെ RHS കിടക്കുന്നത് പോലെയാണ് ചോദ്യം വന്നേക്കുന്നത്. ശരിയല്ലേ? RHS കിടക്കുന്നത് പോലെയാണ്. അപ്പോൾ തീറ്റയ്ക്ക് പകരം 15 ആണ് അല്ലേ? അപ്പോൾ sin 2θ എന്ന് പറയുമ്പോൾ എന്ത് വരും? sin 2 × 15 sin 30. sin 30യുടെ വാല്യൂ എത്രയാ? sin 30 = 1/2. സോ B ഈസ് ദ ആൻസർ. എന്താ വരും ആൻസർ? B എന്ന് പറയുന്നത് ആൻസർ ആയിട്ട് വരും. ഇപ്പോഴത്തെ കിട്ടിയോ?
ഓക്കെ, ഇങ്ങനെയാണ് നമ്മളുടെ ആൻസേഴ്സ്. കഴിഞ്ഞല്ലോ. ഇനി അതിൽ വരുന്ന ഒരു സംഭവമുണ്ട്, കോസ് 15 വാല്യൂ കാണുക എന്നുള്ളത്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുന്ന ഒരു ഭാഗമാണ് സൈൻ 15 വാല്യൂ, സൈൻ 75 വാല്യൂ എന്ന രീതിയിലൊക്കെ ആയിട്ട്. അപ്പോൾ കോസ് 15 ചോദിച്ചിരിക്കുക. കോസ് 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ കോസ് 15 അല്ല, കോസ് 75. കോസ് 75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കോസ് 45 പ്ലസ് 30 എന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം. ശരിയല്ലേ? 30 പ്ലസ് 45 നോ പ്രോബ്ലം കേട്ടോ, നമുക്ക് ഏതായാലും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ കോസ് 30 പ്ലസ് 45 ബ്രാക്കറ്റ് ഇവിടെ മാത്രം മതി. യെസ്, ഇതിനെ ഏത് മോഡലിൽ കൺവേർട്ട് ചെയ്യണം? കോസ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു, ഫോർമുല ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ട്രിഗണോമെട്രിയുടെ 3.3 എക്സസൈസിലെ രണ്ടാമത്തെ ഭാഗം, രണ്ടാമത്തെ സെക്ഷനിൽ വരുന്ന സെക്ഷനാണ് അല്ലേ. ഏറ്റവും ആദ്യം വരുന്ന വേറൊരു മോഡലാണ്, രണ്ടാമത് വരുന്ന ഭാഗമാണ്. കോസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യാം. എയുടെ സ്ഥാനത്ത് 45, ബിയുടെ സ്ഥാനത്ത് എന്ത് വരും? 30 വരും. വാല്യൂസ് ജസ്റ്റ് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ദെയർഫോർ നമ്മൾ എഴുതിക്കൊള്ളുക കോസ് 45 പ്ലസ് 30, 30 എന്ന് മാത്രം എഴുതിയാൽ മതി. 30 ഇസ് ഈക്വൽ ടു കോസ് 45 ഇൻറ്റു കോസ് 30 മൈനസ് സൈൻ 45 ഇൻറ്റു സൈൻ 30. ഇത് വാല്യൂസ് നമുക്കറിയാം, ടേബിളായിട്ട് നമ്മൾ ചേർക്കും. 10ാം ക്ലാസ് മുതൽ പഠിച്ചേക്കുന്നതാണ്. കോസ് 45 എന്താണ്, കോസ് 30 എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടും വാല്യൂസ് കൊടുക്കാമല്ലോ. കോസ് 45 എന്താ വാല്യൂ വരിക? 1/√2. കോസ് 30 എന്ത് വരും? √3/2 എന്ന് പറഞ്ഞു വരും. മൈനസ് സൈൻ 45 അത് 1/√2 ആണ്. സൈൻ 30 ആണെങ്കിലോ 1/2 ആണ്. ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലേ മക്കളെ? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ ഓപ്പറേറ്റ് ചെയ്യുക. സോ √3 മൈനസ് 1/2 എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? ഫിനിഷ് ചെയ്യാം. ഇതാണ് നമ്മളുടെ മൂന്നാമത്തതിൻ്റെ ആൻസർ. ഇതും നമുക്ക് എങ്ങനെ വന്നിരുന്നു? മൂന്നാമത്തെ ചോദ്യം 3 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പോൾ 3 മാർക്കുകൾ. അപ്പോൾ ട്രിഗണോമെട്രി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ. ഇനി അടുത്തതിലേക്ക് പോകാൻ പോവുകയാണേ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഈ ഒരു ചോദ്യം അതൊരു പ്രോപ്പർട്ടിയാണ്. 5c4 പ്ലസ് 5c3 ഈസ് ഈക്വൽ ടു nc4 ദെൻ n ഈസ് ഈക്വൽ ടു. ഈ പ്രോപ്പർട്ടി നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ നമ്മുടെ ഇതിലെ കോമ്പിനേഷനിൽ വരുന്നൊരു പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടീസ് ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു പ്രോപ്പർട്ടി ആയിരുന്നു. കാരണം ഇവിടുന്ന് സാധാരണ ചോദ്യങ്ങളൊന്നും വരാറില്ലായിരുന്നു. ആ പ്രോപ്പർട്ടി ഇങ്ങനെയാണ്. NCR പ്ലസ് NCR മൈനസ് 1 ഈസ് ഈക്വൽ ടു n പ്ലസ് 1CR. ഇതാണ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇതനുസരിച്ച് നമ്മളൊന്ന് കമ്പയർ ചെയ്യാം. ഓക്കെ, ഏത് തരുന്ന ചോദ്യത്തിൽ നിന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ എഴുതുന്നു 5c4 പ്ലസ് 5c3 LHS ഓക്കെ ആണോ? LHS ഓക്കെ ആണല്ലോ. എന്നിൻ്റെ സ്ഥാനത്ത് വാല്യൂ എത്രയാ? 5 ആണെന്ന് മനസ്സിലായി. റൈറ്റ് സൈഡിൽ വരേണ്ടത് n പ്ലസ് 1CR ആണ്. ഓക്കെ, അപ്പോൾ നോക്കുക n+1 CR, ആറിൻ്റെ സ്ഥാനത്ത് 4, r മൈനസ് 1 ആണ് 3 ഇത് പറഞ്ഞേണ്ടത്. അപ്പോൾ C4 വന്നു. അപ്പോൾ n+1 എന്ന് പറയുമ്പോൾ n എത്രയാ? 5 ആണ്. 5+1 6 വരണം. സോ ദ ആൻസർ ഈസ് എന്ത് വരുന്നു? B ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു. ഓക്കെ ആണോ? ശരിയല്ലേ? ഇതുപോലെ ഒരു പ്രോപ്പർട്ടി വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എ പാർട്ടിൽ നിന്നും 1 മാർക്ക് നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞു. ഇനി 2 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് പോകാം. ഹൗ മെനി വേസ് 5 girls and 3 boys can be selected in a row, so seated in a row, okay, so that no 2 boys are together. നല്ലൊരു അടിപൊളി ചോദ്യമാണ് കേട്ടോ. സാധാരണ ഇങ്ങനെ സെലക്ഷനൊക്കെയാണ് ചോദിക്കാറ്. ഇത് അറേഞ്ച്മെൻറ്റ് ചോദിച്ചു. അറേഞ്ച്മെൻറ്റ് ഇതെങ്ങനെയാണ് നമുക്ക് നോക്കൂ. ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുമ്പോൾ ഒരു പറയുന്ന കാര്യം എത്രയാ? 5 ഗേൾസും 3 ബോയ്സും. അതായത് നമ്മളുടെ കയ്യിൽ രണ്ടാമത്തെ പാർട്ട് ചെയ്യുമ്പോൾ 5 ഗേൾസുമുണ്ട്, 3 ബോയ്സുമുണ്ട്. ക്ലിയർ ആണോ? അത്രയും പേരുണ്ട്. ഇനി ഇവരെ അറേഞ്ച് ചെയ്യണം. ഒരു ബെഞ്ചിൽ അല്ലെങ്കിൽ ഇരുത്തണം, സീറ്റിങ്ങിൽ അറേഞ്ചിൽ ഇരുത്തുമ്പോൾ പ്രത്യേകത എന്താ അറിയാമോ? നോ 2 ബോയ്സ് ആർ ടുഗദർ. അതായത് ബോയ്സ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? അടുത്തടുത്ത് വരാൻ പാടില്ല. അവരകന്നകന്നകന്നേരെ പോകണം. അതായത് നമ്മുടെ ലോജിക്ക് ചെറുതായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 ഗേൾസ് അവിടെ ഉണ്ടല്ലോ. യെസ്, അപ്പോൾ ഞാൻ ഓരോ ഗേളിനെയും ഇരുത്താൻ പോകുന്നു. ഒന്നാമത്തെ ഗേളിനെ ഞാൻ ഇരുത്തി. ഓക്കെ, രണ്ടാമത്തെ ഗേളിനെ ഞാനിവിടെ ഇരുത്തി, മൂന്നാമത്തെ ഗേളിനെ ഞാനിവിടെ ഇരുത്തി, നാലാമത്തെ ഗേളിനെ ഇവിടെ ഇരുത്തി, അഞ്ചാമത്തെ ഗേളിനെ ഇരുത്തി. 5 ഗേൾസിനെ ഇങ്ങനെ സ്പേസ് ഇട്ടിരുത്തി. ഓക്കെ,
ഇടയിൽ ഭാഗങ്ങൾ കാണുന്നുണ്ടോ? ഇടയിൽ എന്ന് പറയുമ്പോൾ ഏത് ഭാഗമാണ്? ദാ ഇവിടെ നമുക്കൊരു സ്പേസ് കാണാം, ഇവിടെ ഒരു സ്പേസ് കാണാം, ഇവിടെ ഒരു സ്പേസ് കാണാം, ഇവിടെ ഒരു സ്പേസ് കാണാം. ഇത്രയും കാര്യം നോക്കിയാണോ? ഇത്രയും ഭാഗം അതുപോലെ തന്നെ ഇവിടെയും വരുത്താം, ഇവിടെയും വരുത്താം. ഈ യെല്ലോ മാർക്ക് ചെയ്തേക്കുന്ന പൊസിഷൻസിൽ ആയിരിക്കാം നമുക്ക് ബോയ്സിന് എഴുതാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത്. കാര്യം ഓക്കെയാണ്, പറഞ്ഞ കാര്യം ഓക്കെയാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ മാത്രമേ ബോയ്സ് എന്ത് വരുള്ളൂ? അടുത്തടുത്ത് വരാതെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഇതിനെ എഴുതാം. നമുക്ക് ഇക്വേഷനിലേക്ക് വേണ്ടതല്ലേ? ശരി, അപ്പോൾ നമ്മൾ ഇക്വേഷനിലേക്ക് വരുത്താൻ പോവുകയാണ്. ശ്രദ്ധിച്ചു നോക്കാം കേട്ടോ. നോക്ക്, ഈ 5 ഗേൾസ് 5 ഗേൾസിനെ ഇതുപോലെ നമുക്ക് എത്ര രീതിയിൽ ഇരുത്താം? അപ്പോൾ നമ്മളുടെ ഗേൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5 ഗേൾസ് അല്ലേ, അവർ 5 പൊസിഷനിൽ ഇരിക്കുകയാണ്. അവർ നമുക്ക് 5 ഫാക്ടോറിയൽ വേസിലിരുത്താം. എങ്ങനെ ഇരുത്താം? 5 ഫാക്ടർ, കാരണം 5 പൊസിഷൻസ് ആണ്, 5 ഗേൾസ് ഉണ്ട്, അവരിങ്ങനെ 5 പേരും 5 ഫാക്ടോറിയൽ വേസിലിരിക്കും. ഇനി ബോയ്സിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് വേണ്ടത് അല്ലേ? ബോയ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടോട്ടൽ ആ യെല്ലോ സ്പേസ് ബോയ്സിന് ഇരിക്കാൻ എത്ര ഉണ്ട്? 1 2 3 4 5 6 സ്പേസിൽ എത്ര ബോയ്സ് ഇരിക്കണം? ഓക്കെ. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് 6 സ്പേസിൽ 3 ബോയ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ 6p3 എന്ന് പറയും. അപ്പോൾ ടോട്ടൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും മൾട്ടിപ്ലിക്കേഷനാണ്. സോ നമ്മളുടെ ടോട്ടൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഈ 5 ഫാക്ടോറിയൽ ഇൻറ്റു 6p3 എന്ന് പറഞ്ഞു കിട്ടും. നിങ്ങളതിൻ്റെ വാല്യൂ യൂസ് ദ കാൽക്കുലേറ്റർ ആൻഡ് ഫൈൻഡ് ഇറ്റ്. ചെയ്തോളൂ. ഹിൻഡ് തരണോ? ഹിൻഡ് ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14400 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. അത് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മാത്രം മതി. ക്ലിയർ അല്ലേ? ഓക്കെയാണ്. ഇതാണ് ചോദ്യത്തിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗം എന്നറിയാമോ? അവർ പറഞ്ഞേക്കുന്നത് വെറുതെ കാണാനല്ല, ഇത് അണ്ടർലൈൻ ചെയ്തോ. നോട്ട് 2 ബോയ്സ് ആർ ടുഗദർ. ബോയ്സ് ആരും എന്ത് ചെയ്യുന്നില്ല? അടുത്തെടുത്തില്ല. അതിങ്ങനെയല്ലേ നമുക്ക് ഇരുത്താൻ പറ്റുള്ളൂ. ഗേൾസിൻ്റെ ഇങ്ങനെ സ്പേസ് ഇട്ടിട്ട് ഇവരെന്ത് ചെയ്യുക? അപ്പുറത്തൊക്കെ ആയിട്ട് ഇരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ 6 പൊസിഷനിൽ 3 ബോയ്സിനെ ഇരുത്തുക എന്ന് പറയുമ്പോൾ 6p3 വേസിലാണ് ഇരുത്തേണ്ടത് കേട്ടോ. പി ഫോർ പെർമ്യൂട്ടേഷൻ അറേഞ്ച്മെൻറ്റ്. ക്ലിയർ അല്ലേ? ഓക്കെയാണ്. അപ്പോൾ 4ാമത്തെ ക്വസ്റ്റിൻ്റെയും ആൻസറാണ് കഴിഞ്ഞിരിക്കുന്നത്. 5ാമത്തേതിലേക്ക് പോകാൻ പോകുന്നു. 5ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ഇത് നമ്മൾ സാധാരണ ചെയ്തേക്കുന്ന ഒരു മോഡലാണ്. ഹൗ മെനി ടേംസ് ഓഫ് എ GP 3, 3/2, 3/4 etc. are needed to give the sum 3069 divided by 512. n ആണ് കാണേണ്ടത്, മനസ്സിലായി. ഹൗ മെനി ടേംസ് പറയുമ്പോൾ നമുക്ക് എന്ത് കാണണം? n കാണണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതേ മോഡൽ ചോദ്യങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിളൊക്കെ ആയിട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ഒരു GP കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എന്ന് പറഞ്ഞ് കിട്ടും. കോമൺ റേഷ്യോ വേണ്ടേ? കോമൺ റേഷ്യോ എന്തായിരിക്കും? 3/2 ഡിവൈഡഡ് ബൈ 3. നമുക്ക് എന്ത് കിട്ടും? 1/2 എന്ന് പറഞ്ഞു കിട്ടും കോമൺ റേഷ്യോ. ആണോ? ശരി, കോമൺ റേഷ്യോ. ഇനി നമുക്ക് സമ്മാണ് എടുത്തേക്കണത് അല്ലേ? സമ്മിൻ്റെ ഫോർമുല എടുക്കുമ്പോൾ നോക്കണം. 2 സമ്മിൻ്റെ ഫോർമുല ഉണ്ട് GPയിൽ. അത് r > 1 ആകുമ്പോഴും r < 1 ആകുമ്പോഴും. ഇവിടുത്തെ r എന്ന് പറയുന്നത് < 1 ആണ്. അപ്പോൾ സമ്മിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Sn = a × 1 - r⁻n ഡിവൈഡഡ് ബൈ 1 - r. ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യുക. r⁻n രണ്ടാമത് വരണം, കാരണം r < 1 ആയതുകൊണ്ട്. വാല്യൂസ് കൊടുക്കാം. നമുക്ക് വാല്യൂസ് കൊടുക്കുന്നു കേട്ടോ. Therefore this will be എയുടെ വാല്യൂ എത്രയാ? 3 ആണ്. 1 - r-ൻ്റെ വാല്യൂ 1/2 ആണ്. (n) all divided by 1 - 1/2. ഡിനോമിനേറ്ററിലേക്ക് നോക്കുക. സമ്മിൻ്റെ വാല്യൂ എത്രയാ? സമ്മിൻ്റെ വാല്യൂ ഇവർ പറയുന്നത് 3069 ഡിവൈഡഡ് ബൈ 512 = ന്യൂമറേറ്റർ തൽക്കാലം ഒന്നും ചെയ്യേണ്ട. 1 - 1/2 (n) all divided by 1 - 1/2 എന്താ വരിക? 1/2 അല്ലേ? ശരി, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പവറാണ്. അപ്പോൾ 1/2 (n)നെ ഒരു വശത്ത് നിർത്തി ബാക്കിയുള്ളതിനൊക്കെ എന്ത് ചെയ്യണം? അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ശ്രദ്ധിക്കണേ, കൊണ്ടുപോകുന്ന രീതി നോക്കിക്കോളണം. ഈ 3 എന്നുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷനായിട്ട് മാറും. ശരിയാണല്ലോ? ഈ 1/2 ഇങ്ങോട്ട് വരുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആവും. ശ്രദ്ധിക്കണം,
2 അല്ല വരുന്നത് 1/2 ആ വരുന്നത്. 1/2 മറന്നു പോകരുത് എന്നുള്ളത് കൊണ്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ട ശ്രദ്ധിച്ചോളണം. ഇവിടെ ഓൾറെഡി 3069 ഡിവൈഡഡ് ബൈ 512 ഉണ്ടല്ലോ. അപ്പോൾ 3 വരുമ്പോൾ എന്ത് വരും? 3 താഴേക്ക് വരും മൾട്ടിപ്ലിക്കേഷനായിട്ട്. മുകളിൽ ആര് പോകും? മുകളിലൊരു 1/2 പോകും. കണ്ടോ? ഇങ്ങനെ എഴുതണം. അതല്ലാണ്ട് 2 എന്ന് പറഞ്ഞ് എഴുതരുത്, 1/2 എന്ന് പറഞ്ഞ് എഴുതണം. ബാക്കി ആരൊക്കെയുണ്ട്? ബാക്കി 1 മൈനസ് 1/2 ഹോൾ റേസ് ടു n. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന രീതികളുണ്ടോ നോക്കാം നമുക്ക്. 3 ഇവിടെ നമുക്ക് എത്ര പ്രാവശ്യം പോകും? 1 0 2 3 എന്ന് പറഞ്ഞ് പോകും. ഈ 2 എന്നുള്ളതിനെ ഡിനോമിനേറ്ററിലേക്ക് താഴേക്ക് എടുത്ത് എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1023 ഡിവൈഡഡ് ബൈ 1024. അതെങ്ങനെ കിട്ടി? 512നെ ആ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1024 ആയിട്ട് മാറും. 1 മൈനസ് 1/2 ഹോൾ റേസ് ടു n. കണ്ടോ? ഇത്ര എത്തിച്ചു. നമുക്ക് എന്താ വേണ്ടേ? n ആണ് വേണ്ടത്. അപ്പോൾ 1/2 എന്നുള്ള പവറിലേക്ക് എത്തിക്കണം. നമുക്കൊരു എളുപ്പ മാർഗ്ഗം എന്താ അറിയാമോ? ഈ ടേം ഇങ്ങോട്ടും കൊണ്ടുപോവുക, ഇവനെ ഇങ്ങോട്ടും കൊണ്ടുപോകുക. എന്തിനു വേണ്ടിയാ? ആ -1/2 ഹോൾ റേസ് ടു എന്നുള്ളത് പോസിറ്റീവ് ആക്കാനായിട്ട് ഈക്വലിൽ ഇപ്പുറത്തേക്ക് മൂവ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന രീതി 1/2 ഹോൾ റേസ് ടു n ഇസ് ഈക്വൽ ടു 1 മൈനസ് 1023 ഡിവൈഡഡ് ബൈ 1024. ശരിയാണോ? അല്ലേ? ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു? ഇൻ്റർചേഞ്ച് ചെയ്തു. ഇനി നോക്കുക, ഈ 1024 കൊണ്ട് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കോമൺ ഡിനോമിനേറ്റർ ആക്കുന്ന രീതിയാണ് ചെയ്യാൻ പോണത്. ഇനി ലെഫ്റ്റ് സൈഡിൽ 1/2 ഹോൾ റേസ് ടു n ആണ്. 1ന് പവർ ഒന്നും എന്താ? 1 തന്നെയാണ്. അപ്പോൾ ഞാനിനി ഇങ്ങനെ എഴുതോളൂ, ശ്രദ്ധിച്ചോളാം കേട്ടോ. 1/2 റേസ് ടു n ഇസ് ഈക്വൽ ടു, ഇനി അതിൻ്റെ റൈറ്റ് സൈഡ് ശ്രദ്ധിക്കുക. റൈറ്റ് സൈഡ് 1024 കൊണ്ട് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1024 മൈനസ് 1023 ഡിവൈഡഡ് ബൈ 1024. അതായത് 1/2 റേസ് ടു n ഇസ് ഈക്വൽ ടു 1/1024. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ് ഇനി നമുക്ക് n എന്നുള്ളതൊരു പവറാണ് അല്ലേ? ആരുടെ പവറാ? 2ൻ്റെ പവറാണ്. ഈ 1024നെ 2ൻ്റെ എത്രാമത്തെ പവറിലേക്ക് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമുക്കത് മനഃപ്പാടമായിട്ടൊക്കെ പഠിക്കേണ്ടതാണ്. 2 4 8 16 16 കഴിഞ്ഞാൽ എന്താ? 64 128 പിന്നെ ഇത് വരും 256. അങ്ങനെ എണ്ണി പോയി കഴിഞ്ഞാൽ നമുക്ക് 10 എന്ന് പറഞ്ഞ് കിട്ടും. ശരിയല്ലേ? ദാറ്റ് മീൻസ് 1/2 റേസ് ടു n ഇസ് ഈക്വൽ ടു 1/2 റേസ് ടു 10. therefore n is equal to 10 എന്ന് പറഞ്ഞു വരും. ഇതാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, n കാണാൻ വരുമ്പോൾ നമുക്ക് ജി പിയിൽ n കാണാൻ വന്നു കഴിഞ്ഞാൽ ആ n എന്ന് പറയുന്നത് എപ്പോഴും ഒരു r എന്ന് പറയുന്ന പവറിൻ്റെ പവറായിരിക്കും വരുന്നത് അല്ലേ? ആ പവറിലേക്ക് വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് റൈറ്റ് സൈഡിലുള്ള ടേമിനെയും കൂടി സെയിം നമ്പറിൻ്റെ 2 ആണെങ്കിൽ 2ൻ്റെ പവർ, ചിലപ്പോൾ √2 ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ √2ൻ്റെ പവറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. ശ്രദ്ധിച്ച് ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടി എന്ന് വിശ്വസിക്കും. ഓക്കെ മക്കളെ, നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ ശരിക്കും ഒട്ടും പരിചയമില്ലാത്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങളിത് എങ്ങനെ ചെയ്തിട്ടുണ്ടാവും എന്നുള്ള കാര്യം നമുക്കൊന്ന് ശ്രമിക്കാം. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേക്കാം. 2 പാരലൽ ലൈൻസ് ഉണ്ട്. പാരലൽ ലൈൻസ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലോപ്പ് നോക്കിയാൽ മതി. സ്ലോപ്പ് നോക്കിയാടാ, ഇവിടുത്തെ സ്ലോപ്പും സെയിം ആണ്. -a/b എടുക്കുകയില്ലേ? -a/b എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും -3/2 ഇവിടെയും കിട്ടും, -3/2 ഇവിടെയും കിട്ടും, -a/b എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലൈൻസ് പാരലുണ്ട്. ആ 2 ലൈൻസിൻ്റെ പാരലായിട്ട് ഈക്വൽ ഡിസ്റ്റൻസിൽ വരുന്ന വേറൊരു ലൈനെ കാണണം. ശരിയല്ലേ? അപ്പോൾ അതും ഇതിന് പാരലായിരിക്കും. അങ്ങനെ ചിന്തിക്കാം. അപ്പം എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മളൊരു പോയിന്റ്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈക്വൽ ഡിസ്റ്റൻസ് പറയുമ്പോൾ ഏകദേശം ഈ ഒരു പോയിന്റ് ഈക്വൽ ഡിസ്റ്റൻസ് എന്ന് വിചാരിക്കാം. ഈ ലൈനുമായിട്ട് വിചാരിച്ചോ? ശരി, ഈ പോയിന്റിൻ്റെ പേര് x1 y1 എന്നാണെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ലൈനിൽ നിന്നും രണ്ടാമത്തെ ലൈനിൽ നിന്നും സെയിം ദൂരമാണെന്ന് പറയാം അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല, ഒന്നാമത്തെ ലൈനിലെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ എന്താ? ax1 + by1 + c ഡിവൈഡഡ് ബൈ √a² + b². ഇപ്പോൾ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ 9 × x1 + 6 × y1 - 7 ഡിവൈഡഡ് ബൈ √9² + 6². ഇതാണ് D1 എന്ന് പറയുന്നത്. D1 മീനിങ് എന്താ? ഒന്നാമത്തെ ലൈനുമായുള്ള ഡിസ്റ്റൻസ്. ഇനി D2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ലൈൻ, ഈ രണ്ടാമത്തെ ലൈൻ വരുന്നുണ്ടല്ലോ, ആ രണ്ടാമത്തെ ലൈനുമായുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ സെയിം ഫോർമുല തന്നെ x1 y1 കൊടുത്ത് എഴുതാൻ പോവുകയാണ്. 3x1
പ്ലസ് 2y1 പ്ലസ് 6 ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞെഴുതുന്നു. നമുക്ക് പറഞ്ഞേക്കുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ലൈൻസിൻ്റെയും ഡിസ്റ്റൻസ്, രണ്ട് പോയിൻറ്റ്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. ദാറ്റ് മീൻസ് D1 is equal to D2 എന്ന് പറഞ്ഞു എഴുതാം. അത് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കണം, ശ്രദ്ധിച്ചോളാം കേട്ടോ. ഇക്വേറ്റ് ചെയ്യുമ്പോൾ മോഡുലസ് 9x1 പ്ലസ് 6y1 മൈനസ് 7 ഓൾ ഡിവൈഡഡ് ബൈ, ഇത് നമുക്ക് റൂട്ട് എടുക്കുകയാണെങ്കിൽ 9ൻ്റെ സ്ക്വയർ 81 പിന്നെ എത്രയാ 81 ആണ്, 36 ആണ്, ശരിയല്ലേ? അപ്പോൾ നമുക്കിതിനെ 117 എന്ന് പറഞ്ഞു എഴുതാം. റൂട്ട് 117 ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് എന്ത് വരും, 3x1 പ്ലസ് 2y1 പ്ലസ് 6 ഡിവൈഡഡ് ബൈ റൂട്ട് 9 പ്ലസ് 4 13 വരിക, ശരിയല്ലേ? 13 വരിക. നമുക്ക് ഈ റൂട്ട് 13ൻ്റെ കൺസെപ്റ്റിലേക്ക് 117 കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം. അതായത് 13 ഇൻറ്റു 9 എത്ര കിട്ടും? 27, 2 വരും, 117 വരും. കണ്ടോ? അപ്പോൾ നമുക്ക് ഈ പറയുന്ന 117 13 ഇൻറ്റു 9 എന്ന് പറഞ്ഞ് എഴുതാം. അതായത് 9x1 പ്ലസ് 6y1 മൈനസ് 7 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 9 ഇൻറ്റു 13 ഇസിക്കൽ ടു, ഇവിടെ നമുക്ക് എന്ത് വരും, 3x1 പ്ലസ് 2y1 പ്ലസ് 6 ഡിവൈഡഡ് ബൈ റൂട്ട് 13. ഇത്രയും കാര്യം ചെയ്ത് ഓക്കെയാണോ? ഇനിയാണ് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളത്, നമ്മൾ ഈ മോഡുലസിനെ കളയാൻ പോവുകയാണ്. മോഡുലസിനെ കളയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതൊന്നെങ്കിൽ പ്ലസ് ആകാം അല്ലെങ്കിൽ മൈനസ് ആകാം. മോഡുലസിൻ്റെ മീനിങ് എന്താ? ഉള്ളിലുള്ള ടൈമിനെ മോഡുലസിൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താവും, അത് പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ ഈ ഉള്ളിലുള്ള കോണ്ടാക്റ്റ് ചിലപ്പോൾ പോസിറ്റീവ് ആകാം, ചിലപ്പോൾ നെഗറ്റീവ് ആകാം. എന്നുള്ളത് കൊണ്ട് നമ്മളതിനെ എഴുതേണ്ട രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: 9x1 പ്ലസ് 6y1, ഞാൻ ഇക്വേഷൻ നോക്കിയോടെ, മൈനസ് 7 ഡിവൈഡഡ് ബൈ ആ 9 എന്നുള്ളതുണ്ടല്ലോ, റൂട്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് 3 ഇൻറ്റു റൂട്ട് 13 എന്ന് പറഞ്ഞ് കിട്ടും ഈസിക്കൽ ടു. ഇനി ശ്രദ്ധിച്ചാൽ മക്കളെ, നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ പ്ലസ് ഓർ മൈനസ് ഇട്ടാൽ മതി. കാരണം രണ്ട് സൈഡിലും പ്ലസ് ഓർ മൈനസ് ഇട്ടാൽ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയിട്ട് പോകും. അപ്പോൾ ഒരു വശത്ത് നമുക്ക് റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യാം, പ്ലസ് ഓർ മൈനസ് ഇടാം. എന്തിനു വേണ്ടി തന്നെ ചിലപ്പോൾ അത് നെഗറ്റീവ് ആവാം. കാരണം എന്താ, മോഡുലസ് ആണ്. മോഡുലസിൻ്റെ പുറത്ത് പോസിറ്റീവ് ആവുമെങ്കിലും ഉള്ളിൽ ചിലപ്പോൾ വേണമെങ്കിൽ നെഗറ്റീവ് ആവും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് മോഡുലസ് ഓഫ് -5 ഇസിക്കൽ ടു 5 എന്നും പറയാം, മോഡുലസ് ഓഫ് 5 ഇസിക്കൽ ടു 5 എന്ന് പറയാം. അപ്പോൾ ഈ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മോഡുലസിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ചിലപ്പോൾ അത് പ്ലസ് ഓർ മൈനസ് 5 എന്ന് പറയില്ലേ, അതുപോലെ പറയുന്നത് പോലെ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എഴുതുകയാണ് പ്ലസ് ഓർ മൈനസ് 3x1 പ്ലസ് 2y1, ഇനി ആ കോൺസ്റ്റൻറ്റ് നോക്കട്ടെ, പ്ലസ് 6 ഡിവൈഡഡ് ബൈ റൂട്ട് 13. റൂട്ട് 13 അപ്പുറത്ത് ഇപ്പുറത്തുമുള്ളതുകൊണ്ട് ക്യാൻസലായി പോകുന്നു. ഇനി നമ്മളിതെല്ലാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നോക്കിയേ, പ്ലസ് എടുത്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്കിതിനെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 9x1 പ്ലസ് 6y1 മൈനസ് 7 ഇസിക്കൽ ടു പ്ലസ് ഓർ മൈനസ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9x1 പ്ലസ് 6y1 പ്ലസ് 16 അല്ലേ, 16 അല്ലോ 18, 3 ഇൻറ്റു 6 18 ഇസിക്കൽ ടു കിട്ടും. ഓക്കെ, നമ്മൾ പ്ലസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഫ് വി ടേക്ക് പ്ലസ്, പ്രശ്നം എന്താ അറിയാമോ, നമുക്ക് എക്സും വൈയും ടേമും ക്യാൻസലായിട്ട് പോകും. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ ആയിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മൈനസ് ആക്കി എടുക്കും. എന്തുകൊണ്ടാണ് പറഞ്ഞത്, പ്ലസ് എടുത്തൊന്നും വിചാരിക്കാം. അപ്പോൾ പ്ലസ് 9x1 ഇത് എന്തായിട്ട് മാറും, ക്യാൻസലായിട്ട് മാറും. അപ്പോൾ ക്യാൻസലായി കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു കോൺസ്റ്റൻറ്റ് മാത്രം കിട്ടും. ഒരു കോൺസ്റ്റൻറ്റ് എല്ലാ ശരിക്കും ഒരു ലൈനായിട്ട് വരേണ്ടത് അല്ലേ, അവിടെ എന്തുണ്ടാവണം, എക്സും ഉണ്ടാകണം, വൈയും ഉണ്ടാകണം. അപ്പോൾ നമ്മൾ നെഗറ്റീവ് ടൈമായിട്ട് കൺസിഡർ ചെയ്തെടുക്കുന്നു. ദാറ്റ് മീൻസ് 9x1 പ്ലസ് 6y1 മൈനസ് 17 ഇസിക്കൽ ടു മൈനസ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് കേട്ടോ 9x1 പ്ലസ് 6y1 പ്ലസ് 18. നമുക്കിത് എല്ലാത്തിനും എന്ത് ചെയ്യുക, ഇങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ കംപ്ലീറ്റ് നെഗറ്റീവ് ടൈം എന്താവും, പോസിറ്റീവ് ടൈമായിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 9x1 പ്ലസ് 6y1 മൈനസ് 17 പ്ലസ് 9x1 പ്ലസ് 6y1 പ്ലസ് 18 എന്ന് പറഞ്ഞ് കിട്ടും. ക്ലിയർ അല്ലേടാ മക്കളെ? ഓക്കെ, ഇസിക്കൽ ടു 17 ഇല്ല, 7 മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ 17 എഴുതിപ്പോയി, 7 മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇസിക്കൽ 0 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി നമ്മൾ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 9x1 18x1 എന്ന് പറയും, 6y1
പ്ലസ് 12y1 എന്ന് പറയും. -7 ഇതും +11 = 0. x1y1 എന്നുള്ള പോയിന്റാണ് എടുത്തേക്കുന്നത് അല്ലേ. ഇതിന് നമ്മൾ ഇക്വേഷനാക്കി എഴുതുമ്പോൾ xy ആക്കി എഴുതുക. x1y എന്നുള്ള പോയിന്റിന് പകരം xy ആക്കി എഴുതുക. ദാറ്റ് മീൻസ് 18x + 12y + 11 = 0 ഇസ് ദ റിക്വയർഡ് ലൈൻ. അപ്പോൾ ശ്രദ്ധിക്കണം, ഇതൊരു ചോദ്യം വളരെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയൊരു മോഡലായിരുന്നു. ഇതുവരെ നമ്മളങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റായിട്ട് കാണാത്തൊരു മോഡലാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന രീതി പെടുത്തും കിട്ടിയല്ലോ, ഇങ്ങനെ എടുത്തേക്കണം കേട്ടോ. ഇനി ഞാൻ ചെയ്യിപ്പിക്കുന്ന ഈ ക്വസ്റ്റ്യൻ പേപ്പറല്ലേ ഫുൾ അങ്ങോട്ട് ചെയ്തു പോകുന്നില്ല, കാരണം ചില ഭാഗങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. അതുകൊണ്ട് ഞാനത് ഒന്നും ഫുള്ളായിട്ട് ചെയ്യിപ്പിക്കുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യിപ്പിക്കുള്ളൂ, ചിലതിൻ്റെ സ്റ്റെപ്പ് മാത്രമേ പറയുള്ളൂ കേട്ടോ. ഒന്നാമത്തെ പ്രോബ്ലം നോക്കുകയാണെങ്കിൽ അവർ പറയുന്നു കോൺസെൻട്രിക് എന്ന് പറയുന്നു. കോൺസെൻട്രിക് എന്ന വാക്കിൻ്റെ അർത്ഥം സെയിം സെൻറ്റർ എന്നുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്ത് മനസ്സിലാക്കണം? സെയിം സെൻറ്റർ. അപ്പോൾ ഞാനിത് പ്രോബ്ലം ഞാൻ ചെയ്യില്ല, അതിൻ്റെ എന്താ ഇക്വേഷൻ മാത്രം അല്ലെങ്കിൽ ചെയ്യുന്ന രീതി മാത്രമേ പറഞ്ഞുള്ളൂ. ശ്രദ്ധിക്കണേ, ഒന്നാമത്തെ ലൈൻ്റെ ഇക്വേഷനിൽ നിന്ന് നമ്മൾ സെൻറ്റർ കാണുന്നു. സെൻറ്റർ കാണാൻ നമുക്ക് സെൻറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ എഴുതേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് x - h² + y - k² = r². ഇതാണ് ജനറൽ ഇക്വേഷൻ. അവിടെ നമുക്ക് എച്ചിൻ്റെയും കെയുടെയും വാല്യൂ കിട്ടില്ലേ? എങ്ങനെ കിട്ടും? കോൺസെൻട്രിക് ആണ്, ഇവിടെ നമുക്ക് കിട്ടും. ആദ്യത്തെ ഇക്വേഷൻ ഇല്ലേ, അവിടെ നമുക്ക് കിട്ടും. ഇനി കിട്ടേണ്ട വാല്യൂ എന്തായിരിക്കും അറിയാമോ? r² ആണ്. ഈ r² കാണാൻ വേണ്ടി പാസിംഗ് ത്രൂ -1 2 എന്ന് പറയുന്ന -1 -2 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടല്ലോ, അത് പാസിംഗ് ത്രൂ എന്ന് പറയുന്ന പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ എക്സിൻ്റെ സ്ഥാനത്ത് -1ഉം വൈയുടെ സ്ഥാനത്ത് -2 നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? r² കിട്ടും. ഈ r² ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും എഴുതുക. നമ്മൾ അങ്ങനത്തെ ഒരു മോഡൽ ചെയ്തേക്കേണ്ടതാണ്. അപ്പോൾ അതിലേക്ക് നമ്മളധികം പോകുന്നില്ല. രണ്ടാമത്തെ മോഡൽ ശ്രദ്ധിക്കാം. അതിൻ്റെ സ്റ്റാർട്ടിങ് മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. അതായത് ആ പരാബോള എപ്പോഴും 4x² + y = 0 എന്ന് പറയുന്ന പരാബോളയെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് ആക്കണം. എങ്ങനെ ആക്കണം? നമുക്കെപ്പോഴും പരാബോളയുടെ ഇക്വേഷൻ എങ്ങനെയാണ്? ഒരു വേരിയബിളിൻ്റെ ഡിഗ്രി 1ഉം വേറൊന്നൊരു ഡിഗ്രി 2ഉം ആയിരിക്കും. അങ്ങനെയാണ് വന്നേക്കണത്. പക്ഷേ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് അല്ല. നമുക്കെപ്പോഴും പഠിച്ചേക്കണം എന്താ? x² = 4ay, y² = 4x എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് നോക്കൂ, ഈ y എന്നുള്ളതിന് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ 4x² = -y എന്നായിട്ട് മാറും. therefore x² = -1/4y. ഇത് ഏതുമായിട്ട് കമ്പയർ ചെയ്യാം? x² = -4ay എന്ന് പറയുന്ന ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യാം. ഇത് കിട്ടിയ ശേഷം നിങ്ങൾക്ക് ചെയ്യാനുള്ള സ്റ്റെപ്പുകളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാനത് വീണ്ടും എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല കേട്ടോ. ചെയ്തു തുടങ്ങാമല്ലോ. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം കഴിഞ്ഞാൽ ഇത് നോക്കൂ കേട്ടോ. ഇത് വൺ വേർഡ് പോലെ വന്നേക്കുന്നതാണ്. പരാബോളയുടെ എക്സിൻട്രസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എലിപ്സിലും ഹൈപ്പർബോളയിലുമാണ് വന്നിരുന്നത്. അപ്പം ഇവിടെ നമ്മൾ എങ്ങനെ ഈ സംഭവത്തെ മനസ്സിലാക്കണം? ശ്രദ്ധിച്ചോ കേട്ടോ. എക്സിൻട്രസിറ്റി, പരാബോളയുടെ എക്സിൻട്രസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E = 1 എന്നുള്ളതാണ് പരാബോളയുടെ. E = 0 എന്ന് പറയുന്നത് അത് സർക്കിളിനുള്ളതാണ്. ഓക്കെ, ഈ <1 എന്നുള്ളത് എലിപ്സിനുള്ളതാണ്. ഓക്കെ, ഈ <1 എന്നുള്ളതോ ഹൈപ്പർബോളയ്ക്കുള്ളതാണ്. ക്ലിയർ ആണോ? ഇത് നമ്മൾ പഠിച്ചിരിക്കുക. ഇത് നമുക്ക് ചിലപ്പോൾ വൺ വേയുടെ ഒക്കെ ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാം. ഓക്കെ, അപ്പോൾ E = 1 പരാബോള, E = 0 സർക്കിള്, <1 അത് എങ്ങനെ മനസ്സിലാക്കാം? E = c/a എന്നാ പറയുക. a ആണ് വലിയ വാല്യൂ ഡിനോമിനേറ്റർ വരുമ്പോൾ അത് <1 ആയിട്ട് മാറും. ഹൈപ്പർബോളയിലാണെങ്കിലോ c ആണ് വലിയ വാല്യൂ, അപ്പോൾ ഹൈപ്പർബോളയിൽ <1 വരും. ഓക്കെ ആണല്ലോ. പിന്നെ മാച്ച് ദ ഫോളോവിങ്. ഇത് നിങ്ങൾക്ക് എത്ര പേര് ശരിയാക്കിയെന്ന് അറിയില്ല, ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് നോക്കിയും ഇതെങ്ങനെ കമ്പയർ ചെയ്യുന്നുള്ള കാര്യം നോക്കണം കേട്ടോ. സർക്കിളിൻ്റെ പ്രത്യേകതയുണ്ട്. x² ഉണ്ടാകും, y² ഉണ്ടാകും, അതുപോലെ തന്നെ അതിൻ്റെ കോഎഫിഷ്യൻറ്റും സെയിം ആയിരിക്കും. അപ്പോൾ നോക്കി, അങ്ങനെ വരുന്നൊരു ഇക്വേഷൻ ദാ ഇവിടെയാണ് കാണുന്നത്, മൂന്നാമത്തത്. അപ്പോൾ മൂന്നാമത്തെ ഇക്വേഷൻ എന്തായിരിക്കും? അത് സർക്കിൾ ആയിരിക്കുള്ളൂ. കണക്ഷൻ പിടുത്തം കിട്ടി. ഇനി പരാബോളയിൽ പ്രത്യേകത, ഒരു വേരിയബിളിൻ്റെ പവർ 2ഉം വേറൊന്നിൻ്റെ വേരിയബിളിൻ്റെ പവർ 1ഉം ആയിരിക്കും. അങ്ങനെ വരുന്ന ഒരു കണക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നാലാമത്തതിലാണ് പരാബോള എന്ന് പറഞ്ഞു കിട്ടും. ഇത്ര കാര്യം ഓക്കെയാണോ? ഇനി എലിപ്സിൽ പ്രത്യേകത എന്താ? എല്ലാ ടൈമും പോസിറ്റീവ്. x² + y² എന്താണ് 1 എന്ന് പറയുന്നത്. എല്ലാ ടൈമും പോസിറ്റീവ് എന്നത് രണ്ടാമത്തതിലാണ്. അവൻ എലിപ്സായിട്ട് മാറും.
ബാക്കിയുള്ളവൻ എങ്ങോട്ട് പോകും, ഹൈപ്പർബോളയായിട്ട് മാറും കേട്ടോ. അങ്ങനെ ജസ്റ്റ് കമ്പയർ ചെയ്താൽ മാത്രം മതി. കണക്ഷനൊക്കെയാണോ, അങ്ങനെ ചിന്തിച്ചാൽ മാത്രം മതി സംബോധനയെ പറ്റി. ഇത് നല്ലൊരു ചോദ്യമായിരുന്നു, കഴിഞ്ഞില്ലേ? ഓക്കെ, ഇനി നോക്കടാ, ഇത് ഫൈനൈറ്റ് സെറ്റ് ഒരു കൺഫ്യൂഷൻ വന്ന കാര്യമാണ്. വൺ വേയുടെ മാത്രമേ ചെയ്യിപ്പിക്കുന്നുള്ളൂ. രണ്ടാമത് നിങ്ങൾക്ക് ചെയ്യാനറിയാം, ബി യൂണിയൻ സിയും ഇൻ്റർസെക്ഷൻ മൈനസ് ഒക്കെ ചെയ്യാനറിയാം. നോക്കൂ, നമ്മൾ വിചാരിക്കും 1, 3 എന്ന് പറയുന്ന ഇൻ്റർവെല്ല് 1, 3 എന്ന് പറയുന്ന ഇൻ്റർവെല്ല് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊരു ഫൈനൈറ്റ് ആണല്ലോ എന്ന് വിചാരിക്കും, അല്ലേ? അതിന് പ്രത്യേകതയുണ്ട്. നോക്കൂ, നമ്പർ ലൈനിൽ 1 മുതൽ 3 വരെ എന്ന് പറയുന്നതിൻ്റെ ഇതിന് ഇടയിലുള്ള ഭാഗത്തിൽ എത്ര പോയിൻറ്റ്സ് ഉണ്ടാകും? അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം റിയൽ നമ്പറിൻ്റെ ഒരു സബ്സെറ്റാണ്. അതിനിടയിൽ എത്ര പോയിൻ്റ് ഉണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. സോ അത് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ആണ് പറയുക. അപ്പോൾ ഇവിടെ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് നൾ സെറ്റാണ് ഫൈനൈറ്റ് സെറ്റായിട്ട് വരിക. ആരാണ് വരിക? നൾ സെറ്റാണ് വരിക കേട്ടോ. നൾ സെറ്റിനെ ഫൈനൈറ്റ് സെറ്റ്, ഒരു എലമെൻറ്റും ഇല്ലെങ്കിലും നൾ സെറ്റിനെ ഫൈനൈറ്റ് സെറ്റ് എന്നുള്ളതിലേക്കാണ് ഉൾപ്പെടുത്തിയേക്കുന്നത്. മറ്റേതാരൊക്കെയാണ്? നാച്ചുറൽ നമ്പർ ഒരിക്കലും വരില്ല. ഇവിടെ നോക്കൂ, റിയൽ നമ്പർ x<3 എന്ന് പറയുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി വരെ അങ്ങോട്ട് പോകും, ശരിയല്ലേ? ഓക്കെയാണ്. രണ്ടാമത്തെ പ്രോബ്ലം ഞാൻ ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്ക് ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനി അടുത്തതിലേക്ക് പോകുന്നു. നോക്കൂ, ഈ ഫിഗർ ശ്രദ്ധിച്ചോളാം കേട്ടോ. ഫ്രം ദ ഫിഗർ റൈറ്റ് ദ ഡെഫിനിഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ ഫിഗറിൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഗ്രാഫേ ഇങ്ങനെ വന്ന് ശരിക്കും പറഞ്ഞാൽ -1 ഇങ്ങനെ മുട്ടിപ്പോകണമായിരുന്നു, അപ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് മാറുക. പക്ഷെ അതെന്ത് ചെയ്തിട്ടില്ല, -1 പെർഫെക്റ്റ് ആയിട്ട് മുട്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടില്ല. ഈ ഫിഗറിനെ ഇതിൻ്റെ ഡെഫിനീഷൻ ചോദിച്ചേക്കണത്, അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഡെഫിനീഷൻ ശ്രദ്ധിച്ച് നമുക്ക് ഈ ഒരു ഫിഗറിനെ ഏതെങ്കിലും ഭാഗവുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കുമോ? ഏതെങ്കിലും ഭാഗവുമായിട്ട് ഈ ഫിഗറിനെ പണ്ട് നമ്മൾ എന്താണ് ഈ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ചെയ്തപ്പോൾ ഒരു ഫിഗർ വരച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? ഇങ്ങനെ ഒരു ഫിഗർ. എന്തിൻ്റെ ഫിഗറായിരുന്നു? x² ഫിഗറായിരുന്നു. x² ഷേപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു ഷിഫ്റ്റ് വന്നു, മീൻസ് 0 നിന്നും താഴേക്ക് ഇറങ്ങി വന്നു. പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലെ ഭാഗമില്ല എന്നൊക്കെ പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ നോക്കാം, ശ്രദ്ധിക്കണം. വേറൊരു കാര്യമുണ്ട്. ഇവിടെ നിന്ന് ഇതിങ്ങനെ ഒരു ലൈൻ പോകുന്നത് കണ്ടോ? അപ്പോൾ ആ ലൈൻ കൂടി നമ്മളിങ്ങനെ പരിഗണിക്കണം. എവിടെ നിന്നാണ്? ഇങ്ങനെ ലൈൻ പോകുന്ന കണ്ടോ? നിങ്ങൾ തെളിച്ച് കാണിച്ചു തരാം, ഒന്ന് ശ്രദ്ധിച്ച്. ഇവിടെ നിന്ന് ലൈൻ പോകുന്നുണ്ടോ? അതും ഇക്വേഷൻ ആണെങ്കിൽ, ആ ഗ്രാഫിലാണെങ്കിൽ കണ്ടോ, ശ്രദ്ധിക്കേണ്ട കാര്യം. നോക്കൂ, 1 വരെ ഒരു ഫംഗ്ഷൻ, 1ന് ശേഷം വേറൊരു ഫംഗ്ഷൻ, അങ്ങനെയല്ലേ വന്നേക്കണത്? 1 വരെ, ഈ 1 വരെ ഒരു ഫംഗ്ഷൻ. എവിടെ മുതൽ? -∞ മുതൽ 1 വരെ. അപ്പോൾ നമ്മളൊരു കൺക്ലൂഷൻ എഴുതാൻ പോവുകയാണ്. x< എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, കാരണം അവിടെ ബബിൾ എന്ത് ചെയ്ത് കാണിച്ചിട്ടില്ല. തൽക്കാലം അങ്ങനെ പറഞ്ഞേക്കാം. 1 x< 1 അവിടെ വരെ ഫംഗ്ഷൻ്റെ പേര് എന്ന് പറയുന്നത് എന്താണ്? x² ആണ്. ഓക്കെ, x² ആണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, x² എവിടെ എൻഡ് ചെയ്യാറ്? 0-ലാണ്. അപ്പോൾ ഇതെവിടെ വന്നേക്കണേ? -1-ലായതുകൊണ്ട് അതിൻ്റെ പേരാണ് x² -1 എന്ന് പറയുന്നത്. x² ആയിരുന്നെങ്കിൽ എവിടെ വരുള്ളൂ? 0-ൽ വരുള്ളൂ. അപ്പോൾ ഇതും കിട്ടിയോ? അതിൻ്റെ പേര് x² -1. ഇനി 1 മുതൽ ശരിക്കും പറഞ്ഞാൽ ഈ സ്ട്രെയിറ്റ് ലൈൻ ക്വസ്റ്റ്യൻ പേപ്പറിലെ മിസ്റ്റേക്ക് ആണെന്നറിയില്ല, ഈ സ്ട്രെയിറ്റ് ലൈൻ പരിഗണിക്കേണ്ട എന്നുണ്ടായിരുന്നെങ്കിൽ ഇതാണ് അതിൻ്റെ ആൻസർ. ഏത് സ്ട്രെയിറ്റ് ലൈൻ പരിഗണിക്കേണ്ട എന്നുണ്ടായിരുന്നെങ്കിൽ, പരിഗണിക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഫംഗ്ഷനെ ഇങ്ങനെ എഴുതി ഫിനിഷ് ചെയ്യും. അതായത് x>1 വന്നു കഴിഞ്ഞാൽ അത് സ്ട്രെയിറ്റ് ലൈനാണ്, അല്ലേ? അത് ആ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് അത് ഏത് വാല്യൂയിലേക്ക് വരുന്നു? 2-ലേക്ക് വരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എന്ന് പറഞ്ഞ് എഴുതും. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാലേ, നമുക്ക് 2 പോയിന്റിൽ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു ബബിൾ വരണമായിരുന്നു. അങ്ങനെ ഒരു ബബിൾ, ഒന്നുകിൽ ഇവിടെ ഒരു ബബിൾ വരിക അല്ലെങ്കിൽ ഇവിടെ ഒരു ബബിൾ വരിക. അപ്പോൾ നമുക്ക് >, ആ = സിമ്പിളിനെ നമുക്ക് സെലക്ട് ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ ശ്രദ്ധിക്കാം മക്കളെ, ഈ പറയുന്ന ലൈൻ അത് ഗ്രാഫിൽ വരുന്നതല്ലെങ്കിൽ നമുക്ക് ഒന്നാമത്തെ കണ്ടീഷൻ മാത്രം മതി. പക്ഷെ അതിങ്ങനെ ഒരു ഡാർക്ക് ലൈൻ കാണിച്ചേക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? x>1 വരുമ്പോൾ 2 ആണെന്ന് പറഞ്ഞു എഴുതണം. അപ്പോൾ ഇതും കിട്ടിയോ? അതെങ്ങനെ ശ്രദ്ധിച്ചോളണം. അപ്പോൾ ഗ്രാഫ് ശരിക്കും പറഞ്ഞാൽ ഷിഫ്റ്റിങ്ങിനെ വരണമായിരുന്നു എന്നുള്ളതൊരു ലോജിക്കാണ്. എങ്കിലാണ് നമുക്ക് x² -1 എന്ന് പറയാൻ സാധിക്കുള്ളൂ കേട്ടോ. ഓക്കെ ആണല്ലോ? ശരി, അടുത്തതിലേക്ക് പോകുന്നു. ഇത് ഒരു ട്വിസ്റ്റാണ്. സാധാരണ നമുക്ക് ഇതേ മോഡൽ ചോദ്യം നമ്മൾ റിലേഷൻ ഫംഗ്ഷൻ ചെയ്തേക്കുന്നത്
നമുക്ക് എന്താണ് 9 - x², ഇങ്ങനെയല്ലേ പഠിച്ചേക്കണം നമ്മൾ, 9 - x² അല്ലേ, അങ്ങനെ പഠിച്ചിരുന്നത് അല്ലേ. പക്ഷേ ഇത് എന്താ വന്നേക്കണേ, x² - 1 അല്ലെങ്കിൽ x² - 9 എന്ന രീതിയിൽ വന്നിരിക്കുന്നതാണ്. ഒരു നമ്പർ ലൈൻ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കും. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, റൂട്ടിനുള്ളിൽ എപ്പോഴും പോസിറ്റീവ്, അതായത് x² - 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്പോഴും എന്ത് വരാൻ പാടുള്ളൂ, 0 വരാൻ പാടുള്ളൂ. അതായത് ഈ സംഭവം ഇങ്ങോട്ട് പോകുമ്പോൾ x² ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയാം. ഈ 0 അല്ല 1 അല്ല ഇങ്ങോട്ട് തന്നെ, മൈ മിസ്റ്റേക്ക്. ഓക്കെ, 1 വരാം. നോക്കൂടാ, നിങ്ങൾ ഈ നമ്പർ ലൈനിൽ ആലോചിക്കുക. ഈ നമ്പർ ലൈൻ -∞ മുതൽ +∞ വരെ, ഇത് ഒറിജിൻ ആണെന്ന് വിചാരിക്കുക. ഇതിൽ നോക്കിയേ, എക്സിൻ്റെ ഏത് വാല്യൂസിൻ്റെ സ്ക്വയർ എടുക്കുമ്പോഴാണ് ഒന്നും അതിൽ കൂടുതലും വരുന്നത്. ഞാൻ വെറുതെ ഇങ്ങനെ നമ്പർ ലൈൻസ് മാർക്ക് ചെയ്യാം. -1, -2, -3. ഇത് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. യെസ്, നോക്കിയിട്ട് പറഞ്ഞേ, x² ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വരണമെങ്കിൽ നമ്മൾക്ക് എക്സിന് നമുക്ക് ഈ നമ്പർ ലൈൻ്റെ 0യുടെ ലെഫ്റ്റിലെ കുറച്ച് ഭാഗവും വരും, റൈറ്റിലെ കുറച്ച് ഭാഗവും വരും. എവിടെ നിന്ന് വരും എന്നുള്ള ഭാഗം നോക്കണം. ശ്രദ്ധിച്ചേ, ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. നോക്ക്, 1 മുതൽ ഇങ്ങോട്ട് വരുന്ന ഭാഗം അല്ലേ. അപ്പോൾ നിങ്ങൾ വാല്യൂസ് വെറുതെ മനസ്സിൽ നിന്നൊക്കെ കണ്ടു നോക്കിയേ. 1 കൊടുത്തു കഴിഞ്ഞാൽ 1 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1, ശരിയാണ്. 2 കൊടുത്തു കഴിഞ്ഞാലോ 2² ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1, അതും ശരിയാണ്. ഈ ഭാഗത്തെ പറയുന്ന പേരാണ് x ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുക. അല്ലെങ്കിൽ ഇൻ്റർവൽ അനുസരിച്ച് പറയുകയാണെങ്കിൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയാം. ഇപ്പോഴത്തെ കിട്ടിയോ? അങ്ങനെയും പറയാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. രണ്ടാമതൊരു ഭാഗം നോക്കിയേ, സ്ക്വയർ ആണ്. ഈ -1ൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അതും നമുക്ക് എന്ത് പറയാം, ശരിയല്ലേ. -1ൻ്റെ സ്ക്വയർ എന്താ, +1 ആണ്. -2ൻ്റെ സ്ക്വയർ എന്താ, +4 ആണ്. അപ്പം ഇതും നമുക്ക് പറയാം. അപ്പം ഇത് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 റൈറ്റ് സൈഡിൽ വരും. ഇതെന്ത് വരും അപ്പം, x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന്, 1 അല്ലല്ലോ, -1 എന്ന് വരും, ശരിയല്ലേ, -1 എന്ന് വരും. ഈ രണ്ട് ഭാഗങ്ങളുടെ ഇടയിൽ വരുന്ന ഭാഗമാണ് നമുക്ക് ഇതിന് ഒഴിവാവണം കംപ്ലീറ്റ് നമ്പർ ലൈനിൽ നിന്നും. അപ്പോൾ നമുക്കിതിൻ്റെ ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, നമ്പർ ലൈനിൽ നിന്നും മൈനസ് ചെയ്യുന്നു. ആരെ മൈനസ് ചെയ്യുന്നു? ഈ സെലക്ട് ചെയ്യാത്ത -1 മുതൽ 1 വരെയുള്ള ഭാഗത്തെ. അപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ എടുക്കാൻ കാരണം 1 വേണം നമുക്ക്, -1ഉം വേണം നമുക്ക്. ഇത് നമ്മൾ എന്ത് പറയുന്നത് അറിയാമോ? -1 മുതൽ 1 വരെ എന്നുള്ളത് ഇങ്ങനെ എഴുതി. ഇതാണ് നമ്മളുടെ ഡൊമെയിനായിട്ട് നമ്മൾ പറയുന്നത്. പിടുത്തം കിട്ടിയോ? ഡൊമെയിനായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്. ഇനി റേഞ്ച് പറയാം. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫംഗ്ഷന് കിട്ടുന്ന ഏറ്റവും ചെറിയ വാല്യൂ മുതൽ ഏറ്റവും വലിയ വാല്യൂ വരെ ഉള്ളതാണ്. ഏറ്റവും ചെറിയ വാല്യൂ, റൂട്ടിനുള്ളിൽ കിട്ടുന്ന ഏറ്റവും ചെറിയ വാല്യൂ എന്തായിരിക്കും? നമുക്കെന്ത് പറയാൻ പറ്റും? നമുക്ക് 1 കൊടുക്കുമ്പോൾ ഏറ്റവും ചെറിയ വാല്യൂ 0 ആണ് അല്ലേ. 0 മുതൽ എവിടെ വരെ പോകും? നമുക്കത് ഇൻഫിനിറ്റി വരെ പോകും. ഇൻഫിനിറ്റി പോകുമോ? നോക്കൂ, -1 വന്നു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി പോകുമോ? ഇല്ല, ശ്രദ്ധിച്ചോളാം കേട്ടോ. സാധാരണ നമുക്ക് 9 - x² എടുക്കുമ്പോൾ വരുന്നൊരു കാര്യമായിരുന്നു ഇൻഫിനിറ്റി വരെ എന്നുള്ളത്. ശ്രദ്ധിച്ചാൽ മക്കളെ, √(x²) - 1 ആണ്. ഓക്കെ, എക്സിന് നോക്കൂ, 0 ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ, 1 കൊടുത്തു. അപ്പോൾ √(1² - 1) 0 വരും. അപ്പോൾ നമുക്ക് 0 എന്ന് മനസ്സിലായി. 2 കൊടുത്തു കഴിഞ്ഞാലോ 2² - 1 4 - 1 3 എന്ന് പറഞ്ഞ് കിട്ടും. അതെങ്ങനെ പോയി അവിടെ വരെ പോകും? ശരിയാണ്, നമുക്കതിനെ എവിടെ വരെ പോകുമെന്ന് അറിയാം? ഇൻഫിനിറ്റി വരെ പോകുമെന്ന് അറിയാം. 0 കിട്ടാൻ ചാൻസ് ഇല്ലേ? 0 കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഡൊമെയിനും റേഞ്ചും നമുക്കവിടെ ക്ലിയർ ആയിട്ട് മാറി. പിടുത്തം കിട്ടിയോ? ഇങ്ങനെ ചെയ്യണം. അപ്പം തിരിച്ച് ട്വിസ്റ്റ് ആയിരുന്നു √(x² - 1). സാധാരണ നമുക്ക് 1 - x² ചെയ്ത രീതിയുണ്ട്, x² - 1 ഉണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ചോദ്യം പഠിച്ചില്ലേ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഡൊമെയിനാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. ഡൊമെയിനിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡൊമെയിൻ നമ്മൾ ഇതേപോലെ ആ നമ്പർ ലൈൻ വരച്ച് കഴിഞ്ഞാൽ റിയൽ നമ്പറിൽ നിന്ന് ആ സംഭവത്തെ മൈനസ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. പിടുത്തം കിട്ടിയോ? റേഞ്ച് എന്ന് പറയുമ്പോൾ ഫംഗ്ഷന് കിട്ടുന്ന വാല്യൂ, ഏറ്റവും ചെറിയ വാല്യൂ നമുക്ക് റൂട്ടിന് ഉള്ളിൽ കിട്ടുന്നതായിരിക്കുള്ളൂ 0 ആയിരിക്കുള്ളൂ, നെഗറ്റീവ് വാല്യൂ ഒന്നും കിട്ടില്ല. ഏറ്റവും വലിയ വാല്യൂ ആണെങ്കിലോ, ഏറ്റവും വലിയ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കത് ഇൻഫിനിറ്റി വരെ പോകാം അല്ലേ, ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും. ഇതാണ് അതിൻ്റെ മോഡൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കിയും, നമുക്ക് ഈ ചോദ്യം നമുക്ക് അറിയാവുന്നതാണ്, ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നില്ല. ജസ്റ്റ് ഒരു ഹെൽപ്പിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ ഭാഗത്തെ നമ്മൾ ഏത് ക്വാഡ്രൻ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. നമുക്ക് π മുതൽ 3π വരെ ഏത് ക്വാഡ്രൻ്റാണ്? 3rd ക്വാഡ്രൻറ്റ്. അത് മാത്രം ഐഡൻറ്റിഫൈ ചെയ്യിപ്പിക്കുന്നുള്ളൂ. നമുക്ക് cos x കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചുകൊണ്ട് tan x കാണണം. എങ്ങനെ കാണും? നമ്മൾ π
പഴയ നമ്മുടെ ട്രയാങ്കിളൊക്കെ ഇല്ലേ, ഏതാണ് ഇതിങ്ങനെയൊക്കെ ഒരു ട്രയാങ്കിളൊക്കെ വരച്ച് ചെയ്യുന്ന പരിപാടി ഓർമ്മയില്ലേ? വരച്ചിട്ട് ഇത് എക്സ് ആണെങ്കിൽ കോസ് എക്സ് ആണെങ്കിൽ 1 അഡ്ജസ്റ്റൻറ്റ് സൈഡ് 2 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? ഇത് √3 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടാനും കിട്ടും, കൊസീക്കും കിട്ടും അല്ലേ? നമുക്ക് റേഷ്യോ അനുസരിച്ച് ചെയ്താൽ മതി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അത് സിംപ്ലിഫൈ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ സൈൻ -11π/3 നമുക്ക് ചെയ്ത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ സമയം കുറയ്ക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിനെ പറ്റി അധികം പരാമർശിക്കാത്തത്. നമുക്ക് സബ് ഹോം ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളേ ഉള്ളൂ. അടുത്തതിലേക്ക് പോകാം. അടുത്തതിലേക്ക് നോക്കി, രണ്ടാമത്തെയും മൂന്നാമത്തെയും കുഴപ്പമില്ല, ചെയ്യാൻ പറ്റും. നമുക്ക് വെറുതെ അത് സ്ക്വയർ ചെയ്ത് A+IB ഫോർമാറ്റായിട്ട് മാറും, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കിട്ടുകയും ചെയ്യും. ആദ്യത്തെ ടൈമിന് നോക്കണം കേട്ടോ. നമുക്ക് I⁻10 + I⁻11 + I⁻12 + I⁻13. നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്, അധികം സമയം കളയാൻ പാടില്ല. നമുക്ക് എപ്പോഴും അറിയാവുന്ന കാര്യം എന്താ? I⁻4ൻ്റെ മൾട്ടിപ്പിൾ വന്നു കഴിഞ്ഞാൽ അതെന്താ? 1 ആണെന്നറിയാം അല്ലേ? അപ്പോൾ ഇതിനെ 4ൻ്റെ മൾട്ടിപ്പിളിൻ്റെ നിയർ ബൈ ആയിട്ട് എഴുതാൻ പോവുകയാണ്. എങ്ങനെയാണെന്ന് അറിയാമോ? I⁻8 × I². ആരെ? I⁻10നെ എഴുതാമല്ലോ, നമുക്ക് എഴുതാം. പ്ലസ് I⁻11 എന്നുള്ളതിനെ I⁻8 × I³ എന്നും പറഞ്ഞ് എഴുതാം. എഴുതിക്കൂടെ? 8 + 3 11 അല്ലേ? I⁻12 അത് ഓൾറെഡി എന്താ? 4ൻ്റെ മൾട്ടിപ്പിളാണ്, 1 ആണ്. I⁻13 ആണെങ്കിലോ I⁻12 × I എന്ന് പറയാം, I⁻1 ശരിയല്ലേ? അപ്പം ഈ I⁻8 I⁻12 1 ആയിട്ട് മാറും. ബാക്കി ആരെ കിട്ടും? I² -1 ആണ്, I³ -I ആണ്, പ്ലസ് ഒരു 1 ഉണ്ട്, പ്ലസ് ഒരു I ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ആകും. ആൻസർ എന്ത് കിട്ടും? 0 എന്ന് പറഞ്ഞ് കിട്ടും. D ഈസ് ദ ആൻസർ എന്ന് പറഞ്ഞ് കിട്ടും. ശരിയാണോ? അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇനി A+IB ഫോർമാറ്റും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നമുക്ക് ചെയ്ത് പഠിച്ചേക്കുന്നതായതുകൊണ്ട് ചെയ്യുന്നില്ല. ഇനി ഈ ഒരു ചോദ്യം രണ്ടും ഡയറക്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ ചോദ്യങ്ങളാണ് അല്ലേ? ഡയറക്റ്റ് ടെക്സ്റ്റ് ബുക്കാണ്, നമ്മൾ സൊല്യൂഷൻ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതറിയാം. അപ്പം അതിലേക്ക് ഞാൻ അങ്ങനെ എടുത്ത് പോകുന്നില്ല. ഇനി നോക്കൂ, സം ഓഫ് കോഎഫിഷ്യൻസ് ഓഫ് ദ ബൈനോമിയൽ എക്സ്പാൻഷൻ ഓഫ് 1 - x². നോക്കടാം, അത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയറക്റ്റ് കാര്യമാണ്, ശ്രദ്ധിക്കപ്പെടാത്തൊരു ഭാഗമാണ്. നോക്കിയാൽ മതി. 1+x⁴n ബൈനോമിയൽ കോഎഫിഷ്യൻ്റ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2n എന്ന് പറഞ്ഞ് കിട്ടും. കാരണം ആ എക്സ്പാൻഷനിൽ എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഇല്ല, ആര് മാത്രമേ ഉള്ളൂ? ബൈനോമിയൽ കോഎഫിഷ്യൻ്റ് മാത്രമേ ഉള്ളൂ. അതുപോലെ 1 - x⁴n എന്ന് പറയുന്ന എക്സ്പാൻഷനിൽ എക്സിന് 1 കൊടുത്താൽ പിന്നെ എക്സ് ഇല്ല, ആര് മാത്രമേ ഉള്ളൂ? ബൈനോമിയൽ കോഎഫിഷ്യൻ്റ് മാത്രമേ ഉള്ളൂ. 1 - 1 എത്രയാ? 0. 0n 0 ആണ്. അപ്പോൾ 0 ആണ് അവിടുത്തെ ആൻസർ, മൂന്നാമത്തെ ഓപ്ഷൻ കേട്ടോ. ക്ലിയർ അല്ലേ? അങ്ങനെ. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് ഉള്ളതാണ്. നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടിക്കോളും. ഇത് എക്സ്പാൻഡ് ചെയ്യാനുള്ള നമ്മൾ പഠിച്ചിട്ടില്ലേ? A+B⁴ + A-B⁴ എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച ശേഷം ചെയ്യാനുള്ളത് അതേപോലെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഓക്കെ. ഇനി ഇതും എലിപ്സ് ഹൈപ്പർബോളയാണ്. സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആക്കുക, 144 ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. ഇതൊരു വളരെ നല്ല അടിപൊളി ചോദ്യമാണ്. ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ഈ ചോദ്യത്തിൽ. ആ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ, ഇവിടെ വരുന്ന പോയിന്റ് ഉണ്ട്, G എന്നുള്ള പോയിന്റ് 3, 2, 4 കറക്റ്റാണ്. എക്സിൻ്റെ വാല്യൂ 3 ആണ്, വൈയുടെ വാല്യൂ 2ലേക്കാണ് വന്നേക്കുന്നത്, ഇസഡിൻ്റെ വാല്യൂ 4 ആണ്. പക്ഷേ ഇവിടെ ഇവർ വന്നപ്പോൾ 2, 3, 4 എന്ന് പറഞ്ഞു. അതിന് പകരം 3, 2, 4 എന്നാണെന്ന് തന്നെ വിചാരിച്ചിട്ട്, ജസ്റ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ആരെയൊക്കെ കാണാനുണ്ട്? നമുക്ക് A കാണാനുണ്ട്, B കാണാനുണ്ട്, C കാണാനുണ്ട്, E കാണാനുണ്ട്, F കാണാനുണ്ട്. ഇൻ കേസ് ഈ പ്രോബ്ലം നല്ല കറക്റ്റായിട്ട് വന്നിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് കോർഡിനേറ്റ്സ് എഴുതാം അല്ലേ? എഴുതിയാലോ? A എന്നുള്ള പോയിന്റ് ഇവിടെ കണ്ടോ? ഇതാണ് A, എക്സ് ആക്സിലെ പോയിൻ്റാണ്. അപ്പോൾ വൈയും ഇസഡും 0 ആണ്. ദാറ്റ് മീൻസ് 3, 0, 0. ഒന്നാമത്തെ പോയിന്റ് കിട്ടിയോ? ഇത്രയുള്ള പരിപാടി, വളരെ സിമ്പിൾ. ഇനി ആരാണ്? B ആണ്. B എന്നുള്ളത് ഇവനാണ്. B നോക്കണേ, അത് B എന്നുള്ളത് എക്സിൻ്റെ 3 ആണ് വന്നത്, ശരിയല്ലേ? എക്സിൻ്റെ 3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എക്സിന് 3 എഴുതി. വൈ ആക്സിസ് ഇങ്ങനെ സ്ലൈഡിൽ ഇങ്ങനെ ചരിഞ്ഞ് പോകുന്നതാണ്. അതിൻ്റെ ഏത് പോയിൻ്റാണ്? 2 എന്നുള്ള പോയിൻ്റാണ്. 2 ആണ്. ഹൈറ്റ് ഇല്ല, മീൻസ് ഇസഡ് ആക്സിസ് ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 0 എന്ന് പറയാം. അതാണ് ബിയുടെ പോയിന്റ്. സി എന്നുള്ള പോയിന്റ് കാണാനുണ്ടോ? സി എന്നുള്ള പോയിന്റ് എവിടെ കാണുന്നത്? ഉള്ളിലാണ് കാണുന്നത് അല്ലേ? ഇവിടെയാണ് കാണുന്നത്. ഇവിടെയാണ് സി എന്നുള്ള പോയിന്റ് കാണുന്നത്. നോക്കൂടാ, സി അത് ആക്സിസിലെ പോയിന്റാണ്. ഏത് ആക്സിസിലെയാ? വൈ ആക്സിസിലെ. അപ്പോൾ എക്സ് കോർഡിനേറ്റും
ഇസഡ് കോർഡിനേറ്റും 0 വന്നു. ഇനി ആര് മാത്രമേ ഉള്ളൂ? വൈ മാത്രമേ ഉള്ളൂ. അത് ഏത് പോയിന്റാണ്? +2 ആണ് അല്ലേ? 2 അങ്ങോട്ടല്ലേ പോണത്. അപ്പോൾ 2 നടുക്ക് എഴുതിയാൽ മാത്രം മതി, കാരണം ആക്സിസിലെ പോയിന്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മളുടെ എ ബി സി കഴിഞ്ഞു. ഇനി ആരുണ്ട് മോനെ? ഇ ഉണ്ട്, എഫ് ഉണ്ട്, എച്ച് ഉണ്ട്. അതെവിടെയാണ്? ഇ എവിടെ കണ്ടു? അതെ, ഇസഡ് ആക്സിസിലാണ്. ഇസഡ് ആക്സിസ് ആകുമ്പോൾ ആരൊക്കെ 0? എക്സും വൈയും 0. അപ്പോൾ നമുക്ക് എഴുതാം 0,0,4 എന്ന് പറഞ്ഞിങ്ങനെ എഴുതി. ക്ലിയർ ആണോ? ഇതാണ് നമ്മുടെ ഇ. ഇനി എഫ് വേണ്ടേ? എഫ് നോക്കാം നമുക്ക്. എഫ് എന്ന് പറയുന്ന പോയിന്റ് നോക്കണം, ശ്രദ്ധിച്ചോളണം. എഫ് നോക്കിക്കോ കേട്ടോ. എഫ് എക്സിൽ റൈറ്റിലോട്ടില്ല അല്ലേ? എക്സ് ആക്സിലില്ല. അപ്പോൾ നമുക്ക് എന്താ? എക്സ് 0. വൈ ഉണ്ട്, വൈ ആക്സിൽ 2 എന്നാണ് വരുന്നത്. അപ്പോൾ 2 എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. ഇസഡ് ആക്സിസ് 4 എന്നാണ് വരുന്നത്, 4 കിട്ടി. എക്സിലെന്ന് പറയാൻ കാരണം എന്താ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങുന്നില്ല, അത് ഒരു പ്ലെയിനിൽ വരുന്ന പോലെയാണ്, വൈ ഇസഡ് പ്ലെയിനിൽ വരുന്ന പോലെ. ഇനി എച്ച് കൂടി കാണാനുണ്ട്. എച്ച് സൂപ്പർ സാധനം കേട്ടോ. ഇതാണ് എച്ച്. എച്ച് നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് പോരെ ഇവിടെ എച്ച് ആയിട്ട്. ഓക്കെ, എച്ച് നോക്കും. എച്ച് എക്സിൻ്റെ എവിടെ നിന്നാണ്? 3 എന്നാണ്. 3 എന്ന് എഴുതി അല്ലേ? ഇവിടെ നിന്നല്ലേ വന്നത് സ്റ്റാർട്ട് ചെയ്യണത്. വൈ എവിടെ നിന്നാണ്? വൈ എന്നുള്ളത് നമുക്ക് വൈ ആക്സിൽ വരുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? അത് ഈ എക്സിൻ്റെയും ഇസഡിൻ്റെയും പ്ലെയിൻ, അതായത് ഷീറ്റ് പോലെ വരുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ വരുന്നതാണ്. കാരണം ഈ എയുടെ അവിടെ നിന്ന് പുറത്തോട്ട് ചാടുന്നില്ല. അപ്പോൾ വൈ കോർഡിനേറ്റ് 0 എന്ന് പറഞ്ഞു വരും. ഇസഡ് കോർഡിനേറ്റ് ഹൈറ്റ് ഉണ്ട്, എത്രയിലാണ് വരുന്നത്? 4 ആണ് വരുന്നത് കേട്ടോ. ഇതാണ് അതിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത്, മീൻസ് അതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, കുഴപ്പമൊന്നുമില്ല. ഇനി സി ജി, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് സി ജി. അത് ഞാൻ ചെയ്യണോ? ഡിസ്റ്റൻസ് ഫോർമുല ചെയ്യാനായിട്ട് 3Dയിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ഓക്കെയാണ്. അപ്പോൾ ചില ഭാഗങ്ങളിൽ ചില ആക്സിസിൻ്റെ വാല്യൂസ് കണ്ടില്ലേ, ഇവിടെ വന്നില്ലേ, ഇവിടെ എക്സിൻ്റെ ഇങ്ങോട്ട് നീങ്ങുന്നില്ല, അതുകൊണ്ടാണ് എക്സ് കോർഡിനേറ്റ് 0. ഈ പോയിന്റ് കണ്ടോ, വൈയുടെ അങ്ങോട്ട് നീങ്ങുന്നില്ല, വൈയുടെ ഇങ്ങോട്ട് നീങ്ങുന്നില്ല, കാരണം അത് എക്സിൻ്റെ നേരെയും ഇസഡിൻ്റെ നേരെയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടുത്തെ വൈ കോർഡിനേറ്റ് 0 എന്ന് പറഞ്ഞു വന്നു കേട്ടോ. അതുകൊണ്ടാണ് എച്ചിന് വൈ കോർഡിനേറ്റ് 0 വരാൻ കാരണം. ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് ചെയ്യാൻ നിങ്ങൾക്കറിയാലോ, ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 17ലേക്ക് പോകുന്നു. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ വിത്ത് സെൻറ്റർ ആംഗിൾ 60, ഇൻട്രസ്റ്റ് ലെങ്ത് ഓഫ് 3.31.4. ഡയറക്റ്റാണ്. ഞാനത് മറ്റേ L=R⁻θ ഉണ്ടല്ലോ, L=R⁻θ എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി, അത് ചെയ്യേണ്ട ആവശ്യമില്ല. കോസ് എക്സിൻ്റെ ഗ്രാഫ് നമുക്ക് വരയ്ക്കാനുണ്ടായിരുന്നു. അത് എങ്ങനെ വരും? കോസ് എക്സ് എപ്പോഴും 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യും, ഇങ്ങനെ പോകും അല്ലേ? ഇത് π/2, ഇതാണെങ്കിൽ എന്ത് വരും? പൈ വരും. -1 വരുന്ന വാല്യൂ ആണ് കേട്ടോ. -1 വരും. ഇതെന്ത് വരും? 3π/2. 2πയിലാകുമ്പോൾ നമുക്ക് 1 ആണ് വരിക എന്നുള്ള രീതിയിൽ വരിക. ഇതാണ് കോസ് എക്സ്. ശരി, ഇനിയുള്ള ചോദ്യം നോക്കുക. sin 2x + 2 sin 4x + sin 6x = അതൊന്നും ചെയ്ത് കാണിച്ചു തന്നേക്കാം. സാധാരണ നമ്മുടെ sin a + sin bയുടെ ഫോർമുല ഉപയോഗിച്ച് ചെയ്യുന്ന രീതിയാണ്, നമുക്കൊന്ന് ചെയ്തേക്കാം. കാരണം അത് ഒരു ട്വിസ്റ്റുള്ളൊരു മോഡലാണ്. നമ്മൾ എളുപ്പമുള്ളത് മാത്രം എളുപ്പം കിട്ടുന്നു, ബാക്കി നമുക്ക് ബുദ്ധിമുട്ടുള്ള മാത്രമേ ചെയ്യുന്നില്ലുള്ളൂ. ശ്രദ്ധിച്ചേക്കാം. അപ്പോൾ LHS എങ്ങനെ എടുക്കാം? കാരണം അവനാണ് നമുക്ക് എന്താവേണ്ടത്? RHS ആയിട്ട് മാറേണ്ടത്. എടുക്കുന്നു. sin 2x + sin 6x + 2 sin 4x. എന്തുകൊണ്ട് അങ്ങനെ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 sin 4x വരെ കിടക്കണില്ലേ, അതുമായിട്ട് നമുക്ക് sin a + sin bയുടെ ഫോർമുല അപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂല എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു? sin a + sin bയുടെ ഫോർമുല. ആ sin a + sin bയുടെ ഫോർമുല എന്താണെന്ന് എഴുതിയിട്ട് നമുക്ക് തുടങ്ങാം. a + sin b അങ്ങനെയല്ലേ എഴുതുന്നത്? ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. sin a + sin b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 sin a + b / 2 cos a - b / 2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ശരിയാണോ? ശരിയാണ്. അപ്പോൾ നമുക്ക് കൊടുക്കാം. എയുടെ സ്ഥാനത്ത് 2x, ബിയുടെ സ്ഥാനത്ത് 6x. കറക്റ്റ് അല്ലേ? ശരിയാണ്. ആദ്യത്തെ 2 ടൈമിൽ മാത്രം, മൂന്നാമത്തവനെ നിർത്തിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മൾ എഴുതുന്നു 2 sin, നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങോട്ട് ആഡ് ചെയ്യാം. 2x-ഉം 6x-ഉം 8, 8ൻ്റെ പാതി 4x ഇൻറ്റു കോസ് ആണ്. ശ്രദ്ധിച്ച് ചെയ്യണേ. 2x-ൽ നിന്ന് 6x പോയാൽ -4x / 2 എന്ന് പറയുമ്പോൾ 2x. അപ്പോൾ കോസ് -2x + 2 sin
4x. കുഞ്ഞുങ്ങളെ ഇവിടെ നോക്കിയടാ, നമുക്ക് രണ്ട് ടേം അവിടെ കണ്ടു. ആ രണ്ട് ടേമിലും 2 sin 4x കോമൺ ആണോ? ആണ്. അതിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ 2 sin 4x എന്ന് പറഞ്ഞു വരും. കോസ്, ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണേ, നമുക്കറിയാവുന്നൊരു പ്രോപ്പർട്ടിയാണ്, കോസിനുള്ളിൽ -θ വന്നു കഴിഞ്ഞാൽ നമുക്ക് cos θ എന്ന് പറയാം എന്നുള്ളത് കൊണ്ട് -2x നമ്മൾ എന്ത് പറയുന്നു? cos 2x എന്ന് പറയുന്നു. പ്ലസ് ഇവിടുന്ന് കംപ്ലീറ്റ് ടേം പോകുന്നു, ബാക്കി ആര് മാത്രമേ ഉള്ളൂ? ഒരു 1 മാത്രമേ ഉള്ളൂ. ഇതൊരു പ്രോപ്പർട്ടിയാണ്, ഇക്വേഷനാണ്. ഓർമ്മയുണ്ടോ ഇറങ്ങിയാലൊക്കെ ഇക്വേഷൻ എന്നുള്ളത്? 2 cos square θ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ എഴുതും 2 sin 4x ഇൻറ്റു 2 cos square x. 2 മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 4 cos square x ഇൻറ്റു sin 4x. ദിസ് ഈസ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത്. ധാരണയായോ? അപ്പോൾ നമ്മൾ 2 sin x എടുത്ത് മാറ്റാൻ കാരണം sin a + sin b ഫോർമുല അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. ക്ലിയർ ആണല്ലോടാ? ശരി, നമുക്കിനി 18ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 18ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളണം. നമുക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോദ്യം നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ളതാണ്, ഡയറക്റ്റായിട്ട്. അപ്പോൾ നമുക്കതിൽ അത് ഒരുപാട് കടന്നിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ പ്രോബ്ലം മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. അവർ പറയുന്നത് അറിയാമോ? 9p5 + 5 × 9p4 = 10pr. ശരിക്കും പറഞ്ഞത് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാണ്, എന്നാലും ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. മൂന്നാമത്തെയും ഡയറക്റ്റ്. മൂന്നാമത്തെ പ്രോബ്ലം ശരിക്കും പറഞ്ഞാൽ എക്സാമ്പിളുള്ള പ്രോബ്ലമാണ് അല്ലേ, ടെക്സ്റ്റ് ബുക്കിലെ. മറ്റേത് അതും ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചേക്കാം. ഒന്നാമത്തെ പ്രോബ്ലം നമ്മുടെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. 9p5 എന്ന് പറയുന്നതിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. നമുക്ക് തുടങ്ങാം. ഇപ്പം എന്ത് കിട്ടും നമുക്ക്? 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എന്ത് പറയണം? 9 - 5. 9 - 5 എന്ന് പറയുമ്പോൾ 4 ഫാക്ടോറിയൽ പ്ലസ് 5 × 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് പറയണം? 9 - 4 എന്ന് പറയുമ്പോൾ 5 ഫാക്ടോറിയൽ = 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 10 - r ഫാക്ടോറിയൽ. ഇത്രയും കാര്യം ഓക്കെ ആണോ? നമ്മുടെ NPRൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നുള്ളൂ, വേറൊന്നുമില്ല. n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n - r ഫാക്ടോറിയൽ. ഓക്കെ, ചെറിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചില ടേമുകൾ ക്യാൻസൽ ആകും. അതെങ്ങനെയാണ് ക്യാൻസൽ ആവുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. നോക്കണം കേട്ടോ, ശ്രദ്ധിച്ച് നോക്കിക്കോളാം. ഓക്കെ, ഇതിവിടെ നോക്കൂ. 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് 5 × 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഈ 5 ഫാക്ടോറിയലിനെ 5 × 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ് എഴുതാം. എഴുതിക്കൂടെ? എഴുതി. 10 ഫാക്ടോറിയലിനെ 10 × 9 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ് എഴുതി. ഡിനോമിനേറ്റർ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട, 10 - r ഫാക്ടോറിയൽ. നോക്കണം മക്കളെ, ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ 2 ടേം കോമൺ ആണ്. ആരൊക്കെയാണെന്നറിയാമോ? 9 ഫാക്ടോറിയലും 4 ഫാക്ടോറിയലും മുകളിലും താഴെയും കോമൺ ആണ്. അപ്പോൾ നമ്മൾ 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു പുറത്തേക്ക് എടുക്കട്ടെ. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് എടുത്തത് കൊണ്ട് എന്ത് വരും? 1 വരും. പ്ലസ് ഇവിടുന്ന് ഈ 5ഉം 5 എന്താവും? ക്യാൻസലായി പോകും. അവിടെയും വേറെ ഒന്നുമില്ല, എന്ത് മാത്രമേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. = 10 × 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 10 - r ഫാക്ടോറിയൽ. 9 ഫാക്ടോറിയൽ അങ്ങോട്ട് ക്യാൻസലായിട്ട് മാറി അല്ലേ? ബാക്കി ന്യൂമറേറ്റർ 1 + 1 2 എന്ന് മാത്രമായിട്ട് വരിക. ചെയ്താലോ? നമുക്ക് ചെയ്യാം. അപ്പോൾ ചെയ്തു വരുമ്പോൾ 2 ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ 4 × 3 × 2 × 1 = 10 ഡിവൈഡഡ് ബൈ 10 - r ഫാക്ടോറിയൽ. നമ്മളതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 2ഉം 2 ഒക്കെ ക്യാൻസലായി പോകുന്നതറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 - r ഫാക്ടോറിയൽ = 4 × 3 12 അല്ലേ? 10 എത്ര വരും? 120 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ 120 എന്ന് പറയുന്നത് എന്തിൻ്റെ ഫാക്ടോറിയലാണ്? നിങ്ങൾ യൂസ് കാൽക്കുലേറ്റർ അതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് അടിച്ചടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നറിയാമോ? 5 ഫാക്ടോറിയൽ ആണ് 120 എന്ന് പറഞ്ഞ് കിട്ടും. 5 ഫാക്ടോറിയൽ
ഓക്കെ, അപ്പോൾ നമുക്ക് 5 ഫാക്ടോറിയൽ 120 ആണെങ്കിൽ നമുക്ക് 10 - r എന്നുള്ളതിനെ 5 എന്ന് പറഞ്ഞൂടെ, അതല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം 10 - r ഫാക്ടോറിയൽ = 5 ഫാക്ടോറിയൽ. അതെങ്ങനെയാണ് ട്രയൽ ചെയ്ത് നോക്കിയാൽ മതി. 120 ഏതിൻ്റെ ഫാക്ടോറിയൽ യൂസ് കാൽക്കുലേറ്റർ കേട്ടോ. അപ്പോൾ നമുക്ക് 10 - r = 5 എന്ന് പറഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ r നമുക്ക് എന്ത് കിട്ടും? ഇതിനങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഇതിനങ്ങോട്ട് പോകുന്നു. 10 - 5 നമുക്ക് കിട്ടുന്നത് എന്താ? 5 എന്ന് പറഞ്ഞ് കിട്ടും. ആറിൻ്റെ വാല്യൂ കാണാനല്ലോ ഉദ്ദേശിക്കുന്നത്. ആറിൻ്റെ വാല്യൂ 5 കിട്ടിയോ? 5 കിട്ടി. ഇത്രയുള്ളതിൻ്റെ പരിപാടി. ഓക്കെ ആണല്ലോ. ഈ ചോദ്യം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ചോദ്യം, ഇത് രണ്ടും നോക്കൂ. ഈ 3 ചോദ്യം GPയിലെ ഡയറക്റ്റാണ്. അതായത് x√8 x/2 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എ GP, ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് x. നമ്മുടെ മറ്റേ ആ ജോമെട്രിക് മീൻ്റെ കൺസെപ്റ്റ് ഇല്ലേ, അത് മാത്രം ഉപയോഗിച്ചാൽ മതി. എന്താണ് സംഭവം? b² = a × c എന്നുള്ള സംഭവം. അപ്പം x√8 x/2. അപ്പോൾ നമുക്ക് ആരാണ്? a ഉണ്ട്, b ഉണ്ട്, c ഉണ്ട്. ചെയ്യാൻ പറ്റില്ലേ? ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ എളുപ്പം കിട്ടിക്കോളും കേട്ടോ. ഞാൻ ട്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഹിൻഡ് മാത്രം പറഞ്ഞു തന്നാൽ മാത്രം മതിയല്ലോ. അപ്പോൾ √8 സ്ക്വയർ = x × x/2 എന്ന് മാത്രം കിട്ടും. അപ്പോൾ x/2 എന്ന് പറയുമ്പോൾ x² എന്നൊക്കെ പറഞ്ഞാവും 4 ± 4 ആണ് കിട്ടുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി അറിയാൻ സാധിക്കും. ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും ഡയറക്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ സെയിം കോപ്പി പേസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 20ാമത്തെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ആയിരുന്നില്ലടാ. ഓക്കെ, ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് M1ഉം M2ഉം കണ്ടുപിടിച്ച ശേഷം നമ്മൾ എന്ത് കാണണം? ആംഗിൾ കാണണം. അതും നമ്മളുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. M1 M2 കണ്ടുപിടിക്കുന്നു. tan θ = M2 - M1 / 1 + M1 M2. അതാ മോഡുലസിനുള്ളിൽ എഴുതിയാൽ മതി. അപ്പോൾ ഒന്നുകിൽ M1 - M2 എന്നോ ന്യൂമറേറ്റർ M2 - M1 എന്ന് എഴുതിയാൽ മാത്രം മതി കേട്ടോ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഈ ചോദ്യം രണ്ടാമത്തത് നമുക്ക് സെൻട്രോയിഡ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്തൊരു ഭാഗം പോലത്തെയാണ്. അപ്പോൾ സെൻട്രോയിഡിൻ്റെ ഇക്വേഷൻ ഞാൻ കാണിച്ചു തന്നേക്കാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. x1 y1 x2 y2 x3 y3 ഇത് നമ്മുടെ ഒരു ട്രയാങ്കിളിൻ്റെ കോർഡിനേറ്റ്സ് ആണെങ്കിൽ, അതായത് വെർട്ടീസസ് ആണെങ്കിൽ, സെൻട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 + x2 + x3 / 3 y1 + y2 + y3 all / 3. അതായത് സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു പോയിൻ്റാണ്. ആ 3 ഇതിൻ്റെയും ജോയിൻ ചെയ്യുന്നൊരു പോയിന്റ്. ഓക്കെ, അപ്പം ആ പോയിന്റിൻ്റെ എന്തുണ്ടാവും? എക്സ് കോർഡിനേറ്റും ഉണ്ടാകും, വൈ കോർഡിനേറ്റും ഉണ്ടാകും. ഇവർ പറഞ്ഞിരിക്കുന്നു ഈ സെൻട്രോയിഡാണ് 127 എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ 2 വെർട്ടീസസ് അറിയാം, മൂന്നാമത്തെ തന്നെ കാണണം. എളുപ്പമല്ലേ ചെയ്യാനായിട്ട്? ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തേക്കാം. അതായത് 2,7 എന്ന് പറയുന്നതാണ് സെൻട്രോയിഡ് അല്ലേ? സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ ഇസ് 2,7. അപ്പോൾ 2 വെർട്ടീസസ് അറിയാം. അപ്പോൾ അറിയാവുന്നതിന് പേര് കൊടുത്തേക്കാം അല്ലേ? നമുക്ക് അറിയാവുന്ന ആരൊക്കെയാണ്? x4 ഉണ്ട്, -2 ഉണ്ട്. എക്സ് കോർഡിനേറ്റ് മാത്രം എടുക്കുകയാണേ. 4 + -2 പ്ലസ് അറിയാത്തവനെ x എന്ന് കൊടുത്തു, all / 3. ഇനി മൂന്നാമത്തത് y കൊടുക്കാം നമുക്ക്. ആരുണ്ട്? 8 + 6. ഇനി അറിയാത്തൊരു കോർഡിനേറ്റ് ഇല്ലേ, അവൻ കണ്ടുപിടിക്കാൻ അവന് y എന്ന് കൊടുക്കുക, all / 3. കമ്പയർ ചെയ്യുക, കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് കമ്പയർ ചെയ്യുക. അതായത് നമുക്കിത് ആഡ് ചെയ്യുമ്പോൾ 2 എന്ന് പറഞ്ഞു കിട്ടും. ലെഫ്റ്റ് സൈഡിലെ എക്സ് കോർഡിനേറ്റ് 2 = മുകളിൽ എന്ത് കിട്ടും? 2 + x/3. 2 കിട്ടാൻ കാരണം മനസ്സിലായോ? 4 - 2 ആണ്. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്ന അറിയാമോ? 6 = 2 + x. അതായത് x = 6 - 2 4 എന്ന് പറഞ്ഞ് കിട്ടും. ഇത്രയും കാര്യം ഓക്കെയാണോ? അതുപോലെ തന്നെ y കോർഡിനേറ്റ് ഇക്വേറ്റ് ചെയ്യുക. 7 = ഇതെന്താ വരിക? 14 അല്ലേ വരിക? 14 + y / 3. 3 ഇങ്ങോട്ട് പോകുന്നു. 14 + y = 21. y = 14 അപ്പുറത്തേക്ക് പോകുമ്പോൾ 21 - 7 എന്ന് പറഞ്ഞ് കിട്ടും അല്ലേ? അപ്പോൾ പോയിന്റ് ഏതാ? പോയിന്റ് എക്സും വൈയും വരുമ്പോൾ 4,3 എന്ന് പറഞ്ഞ് വരും. 4,3 അല്ല 7 എന്ന് പറഞ്ഞ് വരും. ഇതാണ് അതിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ശരിയാണ്. ഇനി നോക്കണേ, ഒരു സബ് ഡിവിഷൻ കൂടി ഉണ്ടായിരുന്നു അതിൽ. നോക്കിയേ, ദ പെർപെൻഡിക്കുലർ ഫ്രം ദ ഒറിജിൻ മീറ്റ്സ് പോയിന്റ് -29. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഓക്കെ, സെയിം ചോദ്യം സ്ട്രെയിറ്റ് ലൈനിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നേക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സൊല്യൂഷൻ മാത്രം നോക്കിയാൽ മതി. ഓൾസോ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഒറിജിൻ ടു ദ ലൈൻ. ഒറിജിൻ ടു ദ ലൈൻ അത് ജസ്റ്റ് ഒന്ന് എഴുതുന്നേക്കാം. ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ax1 + by1 ആണ്, y1 + c /
റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഒറിജിൻ എന്ന് പറയുമ്പോൾ എന്ത് വരും, എക്സും വൈയും അല്ല x1 ഉം y1 ഉം 0 0 ആയിട്ട് മാറും. അപ്പോൾ ഒറിജിൻ കൊടുത്തു കഴിഞ്ഞാൽ അത് 0 0 കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ ഒരു സി മാത്രമേ ഉണ്ടാവുള്ളൂ, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഇതിൽ നിന്നും വാല്യൂസ് നേരെ കൊടുക്കുക. ഓക്കെ, ഏതാണ് കിട്ടുന്ന ഇക്വേഷൻ ഉണ്ടല്ലോടാ, ഒരു ഇക്വേഷൻ കിട്ടുമെന്ന് പറഞ്ഞില്ലേ, ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ആ ലൈനിൻ്റെ എക്സും വൈയും അതിൻ്റെ കോർഡിനേറ്റ്സ് ആണ് എയും ബി എന്ന് പറയുക, കോഎഫിഷ്യൻ്റാണ് സി എന്ന് പറയുക. കൊടുത്ത് ചെയ്തോളൂല്ലേ, വാല്യൂസ് കൊടുത്തിട്ട് ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ അല്ലേ? ശരി, 20 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക്, ആണല്ലോ. ഓക്കെ, അപ്പം ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നേക്കുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് പഠിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ നല്ലൊരു റിവിഷനിലേക്ക് നമ്മൾ പ്രവേശിക്കണം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.